السلام عليكم ورحمة الله وبركاته. الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على سيدنا ومولانا محمد النبي الممجد وعلى آله وصحبه الموفين الوعد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. صدق الله العلي العظيم. القبر أول منزل من منازل الآخرة. صدق رسوله النبي الكريم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس آني وليس لي أمل نلقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن نهراق جثماني. يا من يسر ببيته وأثاثه لك في الثرى بيت بدون أثاث. സർവാദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സെന്റർ ചിറ്റാരി മുസ്ലിം കൾച്ചർ സെന്റർ സംഘടനയുടെ കർമ്മോത്സുകരായ ഇഖ്ലാസ് നിറഞ്ഞ ആത്മാഭിമാനമുള്ള ചെറുപ്പക്കാർ, ഉമ്മ പങ്ങന്മാർ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, മുസ്ലിം കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണത്തിന്റെ പ്രാരംഭ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം ഖബർ, ഒറ്റപ്പെടലിന്റെ ആദ്യ രാത്രി എന്നുള്ളതാണ്. സയ്യിദ് മുഹമ്മദ് സഫവാൻ തങ്ങൾ ഏഴിമല അവരുടെ ആത്മനിർഭരമായ പ്രാർത്ഥനയ്ക്ക് കൂടി കാത്തിരിക്കുന്ന സദസ്സാണ് നമ്മുടെ സദസ്സ്. അപ്പോഴേക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇൽമിന്റെ ഈ മജ്ലിസിൽ നാം സംഗമിച്ചതുപോലെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്തും നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ സംഘടനയുടെ ചെറുപ്പക്കാരായ പ്രവർത്തകന്മാർ പ്രായത്തിന്റെ ചാപല്യത്തിനനുസരിച്ച് ഇന്നത്തെ യുവാക്കളൊക്കെ തിന്മയിലേക്കും
അധാർമികതകളിലേക്കും വഴിതെറ്റുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഇത്തരം പ്രശംസനീയമായ, വളരെ ശ്ലാഘനീയമായ, അനുഗ്രഹീതമായ സംരംഭവുമായി മുന്നോട്ട് പോകാൻ കടന്നു വന്നതിൽ ഇതിന്റെ ചെറുപ്പക്കാരെ ഞാൻ ആദ്യമായി പ്രശംസിക്കുകയും ആ ചെറുപ്പക്കാർക്ക്, ഇതിന്റെ സംഘാടകർക്ക് ഖൈറും ബറക്കത്തും നിഅമത്തും നല്ല ഭാവിയും നല്ല ജോലിയും ഉള്ള ജോലികളിൽ ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയുമാണ് ആദ്യത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ചെറുപ്പക്കാർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും പിന്തുണകളും ഇവിടുത്തെ മുഴുവൻ ആളുകളും ചെയ്തു കൊടുക്കണം. ഇതിനെ സഹായിക്കുന്ന ആളുകൾ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാൻ ഈ അവസരം ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖബർ ആണ് നമ്മുടെ വിഷയം. അല്ലാഹു എന്റെയും നിങ്ങളുടെയും ഒക്കെ നമുക്കൊക്കെ വരാനിരിക്കുന്ന ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കി തരുമാറാകട്ടെ. ഇത് റജബാണ്, ആത്മസംസ്കരണത്തിന്റെ, ഹൃദയ ശുദ്ധീകരണത്തിന്റെ മാസമാണ്. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ നമ്മുടെ നഫ്സിന്റെ സമ്മർദ്ദത്തിനാൽ, ശൈത്വാന്റെ വസ്വാസിനാൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കി ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് ഇസ്സത്തിനായി ജീവിച്ച് ഇസ്സത്തിനായി ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖബർ എന്നാൽ അതിനെ നിഷേധിക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. കാരണം എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ച ഒരു വ്യക്തിയാണെങ്കിലും, എത്ര വലിയ വീട്ടിൽ താമസിച്ച ആളാണെങ്കിലും, എത്ര വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ച വ്യക്തിയാണെങ്കിലും, അവന് അവസാനം ചെന്ന് കിടക്കേണ്ട ഒരു ഖബർ ഉണ്ട് എന്ന് ലോകത്ത് ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഭർത്താവ് മരണപ്പെടുമ്പോ ഭാര്യ നിലവിളിച്ച് വീട്ടിൽ നിന്ന് പൊട്ടിക്കരയും. ഭർത്താവിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാര്യ പറയും, എന്റെ ഇക്കാനെ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന്. എന്നാൽ നീ തന്നെ ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞ് ഭാര്യയുടെ മുമ്പിലേക്ക് ഭർത്താവിന്റെ മയ്യത്ത് അവിടെ തന്നെ വെച്ചു കൊടുത്താൽ ഭാര്യ സ്വീകരിക്കുവോ? ഇല്ല. എന്റെ ഉമ്മാന്റെ മയ്യത്ത് നിങ്ങൾ കൊണ്ടുപോകാണോ എന്ന് പറഞ്ഞ മക്കൾ കരയും മയ്യത്തെടുക്കുമ്പോ. എന്നാൽ നിങ്ങൾ അമ്മാന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ വീട്ടിൽ വെച്ച് സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇറക്കി തന്നാൽ മക്കൾ സ്വീകരിക്കുവോ? ഇല്ല. അപകടത്തിൽപ്പെട്ട് മരിച്ച മകന്റെ മയ്യത്ത് ഖബറിലേക്ക് എടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ പറയും, എന്റെ മകന്റെ മയ്യത്ത് കൊണ്ടുപോകാണോ, എന്റെ മകനെ നിങ്ങൾ കൊണ്ടുപോകാണോ എന്ന് കരഞ്ഞു ചോദിക്കുമ്പോ, എന്നാ ഉമ്മ നിങ്ങളെ മകനെ നിങ്ങൾ തന്നെ എടുത്തോന്ന് പറഞ്ഞ് അവിടെ വെച്ചാൽ ഉമ്മ തൃപ്തിപ്പെടോ? ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഖബർ കുഴിക്കുന്നവർക്ക് വിവരം കൊടുക്കലാണ് നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ ചെയ്യുക. അത് ഒരു മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇന്നത്തെ യുവതലമുറയിൽ നിന്നും എന്നിൽ നിന്നൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ സങ്കടം. ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെ തിന്മയിലേക്ക് പോകാൻ കഴിയും? ഒരു മനുഷ്യന്റെ പ്രഭാതം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാകണമെന്ന, ഒരു മനുഷ്യന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഖബർ ചിന്തിച്ചിട്ടാകണമെന്ന് മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയൂ. മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഗൗരവമുള്ള വിഷയ അല്ലേ? ഒരു മനുഷ്യന്റെ ദിവസം തുടങ്ങുന്നത്, പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഖബർ ആലോചിച്ചിട്ടാകണം. എങ്ങനെ? സുബഹ് വാങ്ക് വിളിച്ചാൽ സുബഹ് നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ. സുബഹ് ബാങ്ക് വിളിച്ചാൽ സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പായി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. വളരെ വലിയ പുണ്യമുള്ള നിസ്കാരമാ. റവാത്തിബ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ളതും അതിനാണ്. ഫർളായ സുബഹ് നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന 2 റക്അത്ത്, അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ മുത്തുനബി തങ്ങൾ പറയുന്നത്, റക്അത്താനി ഖബ്ല സുബ്ഹി
സുബഹിന്റെ മുമ്പ് നിങ്ങൾ നിസ്കരിക്കുന്ന 2 റക്അത്തുണ്ടല്ലോ, ആ 2 റക്അത്തിനെ അതിനുള്ള പ്രതിഫലത്തെ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ സമ്പത്തിനെയും മറ്റേ തട്ടിലും വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും തൂക്കിയാൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരത്തിന്റെ പുണ്യമാണ് തൂങ്ങുക എന്ന് മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ പറഞ്ഞു. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ സമ്പത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വെച്ച് നീട്ടിയാലും അതിനേക്കാളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്താണ്. ഈ റക്അത്ത് എല്ലാവരും ഇനി മുതൽക്കെങ്കിലും പതിവാക്കണേ. സുബഹിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു കടത്തം സുന്നത്താണ്. പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വൃദ്ധനാണെങ്കിലും യുവാവാണെങ്കിലും ഈ ഒരു കടത്തം സുന്നത്താണ്. ഏത് കടത്തമെന്നോ, അതായത് എങ്ങനെ ഒരു മനുഷ്യനെ ഖബറിൽ വെക്കുമോ അതുപോലെ കടക്കണം. അവന്റെ തലഭാഗം വടക്കോട്ടും കാലുഭാഗം തെക്കോട്ടുമാക്കി അവന്റെ മുഖവും അവന്റെ നെഞ്ചും കിബിലയിലേക്ക് തിരിച്ചു വലതുഭാഗത്തിന്റെ മേൽ ചെരിഞ്ഞ് ഖബറിൽ എങ്ങനെ കടക്കുമോ അതുപോലെ കടക്കൽ സുന്നത്താണ്. എന്നിട്ട് അവൻ ഖബറിൽ കിടക്കുന്ന രംഗം ആലോചിക്കണം, ചിന്തിക്കണം, നോക്കണം. നിങ്ങൾ ഒരു മനുഷ്യന്റെ പ്രഭാതം തുടങ്ങുമ്പോ, ദിവസം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ മുഅ്മിൻ ചെയ്യുന്നത് സുബ്ഹ് നിസ്കാരത്തിന് മുമ്പ് ചെയ്യുന്ന പണി എന്താ? ഖബർ ആലോചനയാണ്. ഈ കടത്തം നിങ്ങൾ കടക്കാറുണ്ടോ? ഈ കടത്തം നിങ്ങൾ കടന്നിട്ടുണ്ടോ? ഈ കടത്തത്തിൽ ഉറങ്ങുകയല്ല വേണ്ടത്. 1-2 മിനിറ്റ് അല്പസമയം ആ ഖബറിലെ കടത്തമെന്ന് ആലോചിച്ചുകൊണ്ട് അതിന്റെ പ്രതീകാത്മകമായി അതുപോലെ ഒന്ന് കടക്കൽ സുന്നത്താണ്. എന്നിട്ടാണ് സുബ്ഹ് നിസ്കരിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഒരു മുസൽമാന്റെ ദിവസം പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഖബർ ചിന്ത കൊണ്ടാകണേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഖബറിൽ കിടക്കണത് എങ്ങനെയാണോ അങ്ങനെ കടന്ന് അത് ചിന്തിച്ചിട്ടാകണം. എന്നിട്ട് പിന്നെ സുബ്ഹ് നിസ്കരിക്കുക. പഴയ കാലത്തൊക്കെ പള്ളിയിലൊക്കെ ഉസ്താദുമാരൊക്കെ പള്ളിക്ക് ഞങ്ങൾ സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് പോകുമ്പോൾ ഉസ്താദുമാരൊക്കെ ഉണ്ടാവും ഇങ്ങനെ വലതുഭാഗത്തിന് മേൽ ചെരിഞ്ഞ് കിടക്കണം. എന്താ ഉസ്താദുമാർ ഉറങ്ങുകയാണോ? പള്ളിയിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം എന്ന് ചിന്തിക്കും. ഇഖാമത്തിന് മുമ്പായിട്ട് ഉറങ്ങുകയാണോ? അപ്പോഴാ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് സുന്നത്തായ കടത്താണ്. അത് ഖബറിൽ കിടക്കണ എങ്ങനെ കടത്തും അതേപോലെ കടക്കൽ സുന്നത്താണെന്ന്. അപ്പൊ നമ്മുടെ ദിവസം തുടങ്ങുന്നത് ആ ചിന്ത കൊണ്ടാകണം. ഇവിടെ ആരാ ചിന്തിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീന ഖബറിസ്ഥാനിൽ ഒരാൾ കൂട്ടം കാണുകയാണ്. മദീന ഖബറിസ്ഥാനിൽ ജനാവലി കാണുമ്പോൾ, ഒരാൾ കൂട്ടം കാണുമ്പോ നബിതങ്ങൾ ചോദിച്ചു, എന്താണ് അവിടെ ആൾക്കൂട്ടമുള്ളത്? എന്താണ് അവിടെ ബഹളമുള്ളത്? എന്താണ് അവിടെ ആളുകൾ ഒരുമിച്ച് കൂടിയത്? അന്നേരം സഹാബികൾ പറയുകയാണ്, നബിയേ യഹ്ഫിറൂന ഖബറാ, അവിടെ ഒരു ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനെ ഖബറടക്കാൻ ഖബർ കുഴിക്കുകയാണ്, അതിന്റെ തിരക്കാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഇറങ്ങി നടന്നു പോവുകയാ. എന്നിട്ടാ ഖബറിന്റെ വക്കത്തിരിക്കുന്നു. ആ മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ ഖബറിന്റെ വക്കത്ത് നബിതങ്ങൾ ഇരുന്നു കൊണ്ട് ഒരു ഉപദേശം അങ്ങ് കൊടുക്കുകയാണ്. ലിമിത്ലി ഹാദൽ യൗം ഐദൂ
ഇതുപോലെയുള്ള ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. ഇതിനു വേണ്ടി ഒരുങ്ങണേ സ്വഹാബാ. ഇതുപോലെയുള്ള ദിവസം നിങ്ങൾക്കും വരാനുണ്ട്. ഈ ദിവസത്തിന് ശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി ഒരുങ്ങണമെന്ന് പറയുമ്പോ ഞാനും നിങ്ങളും ഒരുങ്ങുന്നത് ആ മരണം വരെയുള്ള ദിവസത്തിന് വേണ്ടിയാ. മുൻഗാമികളും സ്വാലിഹീങ്ങളും സ്വഹാബികളും മുത്തഖീങ്ങളും ഔലിയാക്കളും എല്ലാം ഒരുങ്ങിയിരുന്നതും പാടുപെട്ടിരുന്നതും കഷ്ടപ്പെട്ടിരുന്നതും പ്രയാസപ്പെട്ടിരുന്നതും അതുമുതൽക്കുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ള മുഅ്മിനെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഏതൊരാളും മരണം രുചിക്കുമ്പോ ഖാല റബ്ബിർജിഊൻ, അവൻ പറയും അല്ലാ എന്നെ ജീവിതത്തിലേക്ക് മടക്കണേ അല്ലാ, മരിപ്പിക്കല്ല അല്ലാ. മരണം ആഗ്രഹിച്ച് മരുന്ന് കുടിച്ചാലും, മരിക്കണമെന്ന് ആഗ്രഹിച്ച് തൂങ്ങിയാലും, മരിക്കണമെന്ന് ആഗ്രഹിച്ച് കിണറ്റിൽ ചാടിയാലും, ട്രെയിനിന്റെ മുമ്പിൽ തലവെച്ചാലും, മരണം രുചിക്കുമ്പോ സക്കറാത്തിന്റെ ഭീകരാവസ്ഥ കാണുമ്പോ ഏതൊരാളും പറയും അല്ലാ റബ്ബിർജിഊൻ, വേണ്ട പടച്ചോനെ എന്നെ മരിപ്പിക്കല്ല, ജീവിതത്തിലേക്ക് എന്നെ മടക്കണേ അല്ലാ, ലഅല്ലി അഅമലു സ്വാലിഹാ, പടച്ചോനെ ഞാൻ നന്മ ചെയ്യാമല്ലാ എന്ന് പറയും. പക്ഷേ അല്ലാഹു പറയുകയാണ്, കല്ലാ ഇന്നാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊക്കെ വെറുതെ ഒരു പറച്ചിലാണ്. അവന്റെ ജീവിതത്തിലേക്ക് മടക്കിയാലും പിന്നെയും അവൻ തെറ്റിലേക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏതാവട്ടെ മരണം കഴിഞ്ഞാൽ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ, പുനരുദ്ധാരണത്തിന്റെ മഹ്ശറ ദിവസം വരെ അവരൊരു മറയിലാണ്, ഖബറിലാണെന്ന് ഖുർആൻ പറയുമ്പോ യാദാനു സുബ്ഹാനല്ലാഹി യമൻ യസുറു ബി ബൈതിഹി വഅസാതിഹി ലക ഫീ സറാ ബൈതും ബിദൂനി അസാതി, എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, എല്ലാ ഉപകരണങ്ങളും ഇന്ന് വീട്ടിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ, സയൻസ് എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചും ഉപയോഗിച്ചും കൊണ്ടിരിക്കുമ്പോ മനുഷ്യ നീ അറിയണേ, ലക ഫീ സറാ ബൈതുൻ ബിദൂനി അസാതി, ഒരു ഉപകരണവുമില്ലാത്ത വീട് നിനക്കുണ്ടടാ. അവിടെ AC ഇല്ല, അവിടെ ഫ്രിഡ്ജില്ല, അവിടെ ലൈറ്റുകളില്ല, കറണ്ടില്ല, ട്യൂബില്ല, ബൾബുകളില്ല, വീഡിയോസ് ഇല്ല, അവിടെ മൊബൈലുകളില്ല, ഫോണില്ല, റേഡിയോ സംവിധാനങ്ങളില്ല. ഇത് നീ ചിന്തിക്കണം മുഅ്മിനെ. ഇപ്പത്തെ ചൂട് തന്നെ എനിക്കും നിങ്ങൾക്കും സഹിക്കാൻ കഴിയുന്നുണ്ടോ? ഫാനിട്ടാൽ നമ്മൾ വിയർത്തൊലിക്കുകയാണ്. അതിശക്തമായ ചൂട് സഹിക്കാൻ കഴിയാതെ നമ്മൾ വിയർത്തൊലിച്ചു കൊണ്ടിരിക്കുമ്പോ, നൂറുകണക്കിന് നാക്കാലികൾ പാടങ്ങളിൽ ചത്തി വീഴുമ്പോ, സൂര്യതാപമേറ്റുകൊണ്ട് നിരവധി ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഏത് സൂര്യൻ കത്തിച്ചൊരിക്കാത്ത രാത്രിയാണെങ്കിലും വീട്ടിൽ ഫാനില്ലാതെ കറണ്ടില്ലാതെ കിടക്കാൻ കഴിയൂല. എങ്കിൽ ഞാനും നിങ്ങളും ഓർത്തിട്ടുണ്ടോ, ഒരു ചെറിയ രോമത്തിന്റെ സുസ്ഥിരം പോലുമില്ലാത്ത, വായു കടക്കാൻ ഒരു സൂചിയുടെ കുത്തു പോലുമില്ലാത്ത വിധം മണ്ണ് കൊണ്ട് അടക്കപ്പെട്ട 6 അടി മണ്ണിൽ അതിന്റെ താഴെ മൂടുകല്ലുമുണ്ട്. അങ്ങോട്ട് ശ്വാസമെത്തൂല, വായുത്തൂല, കാറ്റത്തൂല, വെളിച്ചമെത്തൂല. അവിടെ കടക്കുമ്പോ അവിടെ എന്തുമാത്രം ചൂടായിരിക്കും മനുഷ്യ. പക്ഷേ മൂമിന് അവിടെ ചൂടില്ല. അവനൊക്കെ അവിടെ കാറ്റുണ്ടാകുന്നു, അവനക്ക് അവിടെ വലിയ തണുപ്പമുണ്ടാകും. എല്ലാ നബിതങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഖബറിന്റെ ചൂട് തണുപ്പിക്കണം, ഖബറിന്റെ ചൂട് നിങ്ങൾ ലഘൂകരിക്കണം, ഖബറിന്റെ ചൂട് നിങ്ങൾ മെല്ലെ മെല്ലെ കുറക്കണം. എങ്ങനെ? സ്വതക്കകളെ കൊണ്ട്, ദാനധർമ്മങ്ങളെ കൊണ്ട് ഖബറിന്റെ ചൂട് നിങ്ങൾ തണുപ്പിക്കണമെന്ന് പറയുമ്പോ ചൂടുണ്ട് എന്നായല്ലോ. പക്ഷേ നമ്മൾ ചിന്തിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ
നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും അഹങ്കരിക്കുന്ന ധിക്കരിക്കുന്ന മനുഷ്യനാണെങ്കിലും നമ്മുടെ മയ്യത്തെ ഖബറിലേക്ക് അങ്ങ് വെച്ചാൽ പിന്നെ മണ്ണ് വാരിയിടുകയാണ്. ഇതിൽ നിന്നാരടോ നിന്നെ പടച്ചിരിക്കുന്നത്? ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഖബർ എവിടെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ ഖബർ എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ തന്നെ ഖബറടക്കുമെന്ന് ഉറപ്പുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിൽ അപകടത്തിൽ മരിക്കുന്നവരുണ്ടല്ലോ, ഹജ്ജിന് പോയി മരിക്കുന്നവരുണ്ടല്ലോ, ഉംറക്ക് പോയി മരിക്കുന്നവരുണ്ടല്ലോ. അവരെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമാണെങ്കിൽ അവിടെ തന്നെ മറവ് ചെയ്യുന്നു. ശരിക്കും പറയട്ടെ, ഒരു മനുഷ്യന്റെ ഖബർ എവിടെയാണോ ആ നാട്ടിലെ ആ ഖബറിലെ മണ്ണ് കൊണ്ടാണ് അയാൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ. ആഫ്രിക്കക്കാരനായ എത്യോപ്യക്കാരനായ ഒരു മനുഷ്യൻ മദീനയിൽ വന്ന് മരിച്ചു. മദീനയിൽ ഖബറടക്കുകയും ചെയ്തു. അന്നേരം നബി തങ്ങൾ പറയുന്നത്, ഈ മനുഷ്യൻ വേറെ രാജ്യക്കാരനാണല്ലോ, മദീനയിൽ വന്നു മരിച്ചു. അവൻ സൃഷ്ടിക്കപ്പെട്ട മണ്ണ് ഈ മദീനയിലെ മണ്ണാണ്. അതുകൊണ്ടാണ് അവന്റെ ഖബർ അവിടെ വന്നത്. ഇവിടെ ഒരാൾ സൗദിയിൽ ജോലിക്ക് പോയി മരിച്ചു, അവിടെയാണ് ഖബറെങ്കിൽ അവിടത്തെ മണ്ണ് കൊണ്ടാ പടക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നാട്ടിൽ മരിച്ചു, ചിത്താരി ഖബർസ്ഥാനിൽ ഖബറടക്കിയാൽ ആ ചിത്താരിയിലെ മണ്ണ് കൊണ്ടാണ് പടക്കപ്പെട്ടത്. ബോംബെയിൽ മരിച്ചു, അവിടെ തന്നെ ഖബറടക്കിയാൽ അവിടത്തെ മണ്ണ് കൊണ്ടാണ്. അതാണ് ഖബറിലേക്ക് നമ്മൾ മണ്ണ് വാരിയിടുമ്പോ മിന്നാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നടാ നിന്നെ പടച്ചിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് മണ്ണിടുമ്പോൾ മനുഷ്യനെത്ര നിന്ദനാണ്, നിസ്സഹായനാ, മനുഷ്യനെത്ര നിസ്സാരനാണ്. 9 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച് നിന്റെ ഉമ്മാന്റെ മയ്യത്ത് ഖബറിലേക്ക് വച്ചാൽ, മകനെ ഉമ്മയാന്ന് പറഞ്ഞ് നീ മാറി നിൽക്കണ്ടടാ, മണ്ണെടുത്ത് ഖബറിലേക്ക് എറിഞ്ഞോ, ഉമ്മാന്റെ നെഞ്ചകത്തിലേക്ക് എറിഞ്ഞോ. നിനക്ക് വേണ്ടി ജീവിതം എല്ലാം ഒഴിഞ്ഞു സമർപ്പിച്ചിരുന്ന പൊന്നു ബാപ്പയില്ലേ, നിനക്ക് വേണ്ടി ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിരുന്ന ബാപ്പയില്ലേ, ബാപ്പാന്റെ മയ്യത്താ ഖബറിലേക്ക് വെച്ചതെങ്കിലും എൻ്റെ ബാപ്പയാണല്ലോ എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കണ്ടടാ. ബാപ്പാന്റെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ മകനും മണ്ണെടുത്ത് ബാപ്പാന്റെ നെഞ്ചിലേക്ക് എറിയണം. 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മ നിങ്ങളുടെ നെഞ്ചിലേക്ക് മക്കൾ മണ്ണെറിയുമ്പോ, അനിയന്റെ നെഞ്ചിലേക്ക് ജ്യേഷ്ഠന്മാര് മണ്ണെറിയുമ്പോ, അവിടെ പിശുക്കിയിട്ട് ചെറിയ മണ്ണ്, അല്പ മണ്ണല്ല എടുക്കേണ്ടത്, കയ്യിലെത്ര മണ്ണുണ്ടോ അതിന്റെ ഭാരത്തിനനുസരിച്ച് നന്മയുടെ തുലാസിൽ നന്മയും തൂങ്ങും. ഉമ്മാന്റെ നെഞ്ചിലേക്ക്, ഉമ്മാന്റെ മയ്യത്തിലേക്ക് മൂടുകല്ല് മൂടയട്ടെ, 250 ഗ്രാം മണ്ണാണ് മകൻ എറിയുന്നതെങ്കിൽ നന്മ കുറവാ. എങ്കിൽ അവന്റെ കൈ നിറയെ മണ്ണുണ്ടെങ്കിൽ, ഒരുപാട് ഭാരം മണ്ണുണ്ടെങ്കിൽ നന്മന്റെ തുലാസിൽ അത്രയും നന്മ തൂങ്ങുകയാണ്. അപ്പോ ഞാനും നിങ്ങളും ഓർക്കേണ്ടത് എന്താ? പ്രിയമുള്ളവരെ, നമ്മുടെ മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണെറിയുമ്പോ പിശുക്കണ്ട. ഒരുപാട് മണ്ണെറിഞ്ഞോ എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ നമ്മളെത്ര നിസ്സാരനാണ്. പെണ്ണുങ്ങൾ ആലോചിക്കണം, നിങ്ങളാരും ഖബറിലേക്ക് വെക്കുന്ന രംഗം കാണാറില്ലല്ലോ. 3 കെട്ടും കെട്ടി അങ്ങ് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ തലയുടെ ഭാഗത്തുള്ള കെട്ടാണ് അയക്കുന്നത്. എന്നിട്ട് ഖബറിൽ മണ്ണോട് ചേർക്കുന്നത് കൈയല്ല, കാലല്ല, നെഞ്ചല്ല, തലയല്ല, കവിളാണ്. നമ്മുടെ മനുഷ്യരെ ഏതൊരാളെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാലും ആ കഫൻ പുടയങ്ങനേക്ക് കവിളാണ്, മുഖമാണ് മണ്ണിനോട് ചേർക്കുന്നത്. ഈ മുഖമേതെന്നറിയണോ? ലോക
ലോകം മൊത്തം പരിഗണിക്കുന്ന മുഖമാണല്ലോ. ഫേസ്ബുക്ക് എന്നാണല്ലോ, ഫേസ് ആണല്ലോ. നമ്മുടെ അത്രയും ബഹുമാനിക്കുന്ന ഭാഗമാണ് നമ്മുടെ മുഖം. മുഖത്തൊരു ചെറിയ കരിവാളിച്ച വന്നാൽ നമ്മൾ ക്രീം തേക്കുന്നു, ഭംഗിയാക്കുന്നു, ബ്യൂട്ടീഷ്യനെ കാണുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നു. പെങ്ങളെ, മുഖത്തിനല്ലേ നിങ്ങളും സ്ഥാനം കൽപ്പിക്കുന്നത്? നമ്മുടെ മുഖത്തേക്ക് ഒരാൾ ചൂണ്ടി വർത്തമാനം പറഞ്ഞാൽ നമുക്കത് സഹിക്കൂല, കലി വരും, ദേഷ്യം വരും. എടാന്റെ മുഖത്തേക്ക് നോക്കി ചൂണ്ടി വർത്തമാനം പറയാനൊക്കെ നീ വളരുന്നോ? മുഖത്തടിക്കൽ വലിയ തെറ്റാ. കാരണം മുഖം നമ്മൾ ബഹുമാനിക്കുന്ന ഭാഗമാണ്. മുഖത്തേക്ക് ഒരാൾ തുറിച്ചു നോക്കാൻ പോലും നീ ഇഷ്ടപ്പെടുന്നില്ലടാ. ഇങ്ങനത്തെ മുഖമല്ലേ മണ്ണിലേക്ക് ചേർക്കുന്നത്. അല്ലാഹു പറയുന്നത്, പോകട്ടടാ, നിന്റെ അഹങ്കാരം അവിടെ നിൽക്കട്ടെ. നിന്റെ ധിക്കാരവും നിന്റെ അസൂയയും നിന്റെ അഹങ്കാരവും തകർന്ന് തരിപ്പണമാകട്ടെ. ഈ മുഖമാണ് മണ്ണിനോട് ചേർക്കുന്നത്. ഒരാള് കൈകൊണ്ട് നിന്റെ മുഖത്തേക്ക് ചൂണ്ടി വർത്താനം പറയുമ്പോഴേക്ക് നിനക്ക് വിഷമമായിരുന്നോ? നിന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുമ്പോ വിഷമമായിരുന്നോ? എങ്കിലാ മുഖം തന്നെ മണ്ണിനോട് ചേർക്കുമ്പോൾ എത്ര വലിയ ബല പിടിപ്പുള്ള സോഫയിൽ നിന്റെ തലയിണയിൽ മുഖം വെച്ച് കടന്നുറങ്ങിയടാ. പെങ്ങളെ, ഈ മണ്ണിലേക്ക് ചേർക്കപ്പെടുമ്പോ എപ്പോഴും ഞാൻ നിങ്ങളും ഇതോർത്തുകൊണ്ടാണ് സുബഹിന്റെ മുമ്പ്, ഫർദ് നിസ്കാരത്തിന് മുമ്പ്, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അങ്ങനെ കിടക്കേണ്ടത്. പെങ്ങളെ, നിങ്ങൾക്കറിയോ, ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾക്കുമുള്ള മഹദിയാണ്, വലിയ മാതൃകയാണ് നഫീസത്തുൽ മിസ്രിയ. പ്രസവവേദന അനുഭവിക്കുന്ന പെണ്ണുങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പഴയ കാലത്ത് നഫീസത്ത് മാല പാടിയിരുന്നു. അള്ളാഹു ആദരിച്ച ബഹുമാനിച്ചൊരുപാട് കറാമത്തുകളുള്ള ഇമാം ഷാഫിഈ പോലും പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ ആദ്യമായി നമസ്കരിക്കേണ്ടത് നഫീസത്ത് ബീവിയാ. അതിന് നിങ്ങൾ ആ മഹദിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല, അതപുകേടാണ്. എൻ്റെ മയ്യത്ത് നഫീസത്ത് ബീവിയുടെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ആദ്യം മഹദി നിസ്കരിക്കട്ടെ എന്ന് പറയുമ്പോൾ അത്രയും പുണ്യമുള്ള മഹദിയാണ്, അത്രയും പ്രഗൽഭയാണ്, അത്രയും മഹദിയാണ് നഫീസത്ത് ബീവി. ഈ നഫീസത്ത് ബീവിക്കൊരു ഹോബി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മഹദി തന്നെ ഖബർ കുഴിച്ചു വെച്ചിരുന്നു. മരിക്കണേന് മുമ്പ് തന്നെ ഒരു ഖബർ കുഴിച്ചു വെച്ചിരുന്നു. എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതിലേക്ക് ചെന്ന് കടക്കുമായിരുന്നു. എങ്ങനെയാണ് ഒരു മയ്യത്തിനെ കടത്തുക? അതുപോലെ ഖബറിൽ കടന്ന് നഫീസത്ത് റളിയല്ലാഹു അൻഹാ സ്വന്തം ശരീരത്തിനോട് ഇങ്ങനെ പറയുമായിരുന്നു, അല്ലയോ നഫീസ, ഇന്ന് നിനക്ക് ജീവനുണ്ട്, നാളെ നിന്നെ ജീവനില്ലാതെ കൊണ്ടുവെക്കപ്പെടുന്നതാണ്, നാളെ നിന്നെ ഇങ്ങേ ഖബറിൽ കൊണ്ടുവെക്കപ്പെടുന്നതാണ്. അന്ന് ഉപകരിക്കണേ, അതിനു വേണ്ടി ഖുർആൻ ഓതിക്കോ. അങ്ങനെ സ്വന്തം ഖബറിൽ കടന്നുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ ഓതുന്നു. ആ ഖബറിൽ കടന്നു മരിക്കണതിന് മുമ്പ് 6000 എന്നൊരഭിപ്രായം, മുതൽ 600 എന്ന് ഏതാവട്ടെ അത്രയും ഖത്തം തീർത്തു. സ്വന്തം ആലോചിച്ച് നോക്കണം, സ്വന്തം ഖബറിൽ കടന്ന് മരണപ്പെടുന്നതിന് മുമ്പ് ആ ഖബറിൽ കടന്ന് 6000 ഖത്തം തീർത്തു നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ അഹങ്കരിച്ച് നടക്കുകയാണ് ഈ പ്രസംഗിക്കണം. ഞാൻ ആദ്യം എന്നോട് പറയുന്നു, നമുക്ക് പണം, പേര്, പ്രശസ്തി, സ്ഥാനം എല്ലാം ഒഴിവാക്കി 2 മനുഷ്യന്റെ മത്സരാണല്ലോ. അവന്റെ നടത്തം മുഴുവൻ മത്സര. അവന്റെ ഒരു കാല് മുമ്പോട്ട് വെക്കുമ്പോൾ മറ്റേ കാല് ബാക്കിൽ, പിന്നെ ചലിക്കുമ്പോൾ ഈ കാല് മുമ്പിൽ, ഈ കാല് ബാക്കിൽ, ഇങ്ങനെ മത്സരാണ്. മരണം വരെ മത്സരം. ഈ മത്സരമൊക്കെ നിൽക്കലെപ്പോഴാ? രണ്ടും ഒരുമിച്ച് ചേർക്കും. രണ്ടും ഒരേ പൊസിഷനിൽ, 1 ഇഞ്ച് മുമ്പിലും അല്ല ബാക്കിലും അല്ല, രണ്ടും ഒരുമിച്ച് വെച്ച് 2 തള്ളവിരൽ കൂട്ടിക്കെട്ടി ഖബറിലേക്ക് ഇറക്കി വെക്കുക. ആ വീട് ഒറ്റക്കു തന്നതിൽ താമസം പെരുത്തുണ്ട്,
ഇരുളായ കുഴിയിൽ കൂട്ടി നന്നാറുണ്ട്. മറക്കുന്നതാ നിന്റെ അഹ്ല് ഔലാദൊക്കെയും കൈവെടിയുമെല്ലാം നിന്ന റബ്ബല്ലാതെയും. അറിയണോ നിങ്ങൾക്ക്, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശർഹു സുദൂർ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഖബറെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും വളരെ നിസ്സാരമായി തള്ളണ്ട മനുഷ്യ, അതിഭയാനകം തന്നെയാണ്. അമ്പിയാക്കളല്ലാത്ത ഏതൊരാളുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാലും ആ ഖബർ ആ മയ്യത്തിനെ കൊണ്ടൊന്ന് ഞെരുക്കുമെന്ന് എടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയാണെങ്കിലും സാലിഹാണെങ്കിലും ഏത് വലിയ മുത്തഖിയാണെങ്കിലും സ്വഹാബിയാണെങ്കിലും നോക്കണോ, സ്വഹാബിയാണെങ്കിൽ പോലും ഖബറിലേക്ക് വെച്ചാൽ ഖബറൊന്ന് കളിക്കും, ഞെരുക്കും. അല്ലാ അല്ലാ, വാരിയെല്ലുകൾ ഇങ്ങനെ കൈകോർക്കപ്പെടുന്ന പോലെ കോർക്കപ്പെടുന്നതാണ്. ഖബറിന്റെ രണ്ട് ഭിത്തിയും മയ്യത്തിനെ കൊണ്ട് ഞെരുക്കുമെന്ന് ഹദീസിലുണ്ട്. നിങ്ങൾക്കറിയുമോ, വളരെ പ്രമുഖനായ ഒരു സ്വഹാബിയായിരുന്നു. നിങ്ങളുറക്കെ പറയൂ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് ആരാണ്? സഅദ് ഇബ്നു മുആദ് ചില്ലറക്കാരനല്ല, പ്രഗൽഭനായ സ്വഹാബിയാണ്. ഒരുപാട് പുണ്യമുള്ള മഹത്വമുള്ള സ്ഥാനമുള്ള സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഈ സഅദ് ഇബ്നു മുആദിന്റെ മഹത്വം അറിയണോ? സഅദ് ഇബ്നു മുആദ് എന്ന ആ സ്വഹാബി മരണപ്പെടുമ്പോ അല്ലാഹുവിന്റെ അർശ് പോലും ഒന്ന് വിറവിറക്കുകയാ. അല്ലാഹുവിന്റെ അർശ് വിറക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു സാധാ മനുഷ്യന്റെ മരണത്തിന് അല്ലാഹുവിന്റെ അർശ് വിറക്കൂലല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു മരിക്കുമ്പോ അർശ് പോലും വിറവിറക്കുകയാണ്. മാത്രമല്ല, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആകാശ ലോകത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വരികയാ. അപ്പോ നിങ്ങൾ ഓർക്കൂ, എത്ര വലിയ മഹാനാണ് സഅദ്. മാത്രമല്ല, നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് അതാ കാല് മുഴുവനും നിലത്ത് വെക്കുന്നില്ല, കാലിന്റെ മടമ്പും കാൽ ഉയർത്തി നടക്കുകയാ. കാലിന്റെ മുൻഭാഗത്ത് അമർത്തിയിട്ട് മടമ്പുയർത്തി ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോ സഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങളെന്താ കാല് മുഴുവനും ഭൂമിയിൽ വെക്കാത്തത്? പിൻഭാഗം മടമ്പുയർത്തിയിട്ട് എന്താ നടക്കുന്നത്? അന്നേരം അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞത്, ഈ സഅദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് മലാക്കമാർ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ മലക്കുകളുടെ തിരക്ക് കാരണം എൻ്റെ കാല് പോലും നിലത്ത് വെക്കാൻ കഴിയുന്നില്ല, അത്രയും വലിയ തിരക്കാണ്. അപ്പൊ സദസ്സിലുള്ള ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആരാണ് സഅദ് റളിയല്ലാഹു അൻഹു? ആ മഹാന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ സഹാബികൾ അതങ്ങ് തൊടുമ്പോഴേ കുയരുകയാണ്, പൊന്തുകയാ. തീരെ കനമില്ല, തീരെ ഭാരമില്ല. അവരോടി വന്ന് നബിയോട് ചോദിക്കുന്നു, നബിയേ സഅദിന്റെ ജനാസക്ക് തീരെ ഭാരമില്ലല്ലോ, സഅദിന്റെ ജനാസ കനമില്ലല്ലോ, തൊടുമ്പോഴേ കുയരുകയാണല്ലോ, നബിയെ എന്താ കാരണമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ മുത്ത് നബി തങ്ങൾ പറയുകയാ, സ്വഹാബാ സഅദിന്റെ ജനാസ ചുമക്കാൻ, സഅദിന്റെ മയ്യിത്ത് ജനാസ അങ്ങ് ചുമന്നു കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. നിങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അല്ലാഹുവിന്റെ ആയിരക്കണക്കിന് മലാക്കമാരുണ്ട്. ആ മലക്കുകളാണ് സഅദിന്റെ ജനാസ ചുമക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരമില്ലാത്തത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ
സദസ്സിലുള്ളവരെ സഅദിന്റെ മഹത്വം മനസ്സിലായോ? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം മനസ്സിലായോ? ഒന്നാമത് മരിക്കുമ്പോൾ അർശ് വിറച്ചല്ലോ. പിന്നെയോ മയ്യത്ത് നിസ്കരിക്കാനോ 70,000 മലക്കുകൾ ഇറങ്ങി വന്നല്ലോ. നബിതങ്ങൾ പോലും ആ മലക്കുകളെ തിരക്ക് കാരണം കാലുവെക്കാൻ സ്ഥലം കിട്ടാതെ മടമ്പും കാലുയർത്തി നടന്നല്ലോ. ആ സഅദ് എന്നവരെ ജനാസ ചുമന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ. അതുകൊണ്ട് സ്വഹാബികൾക്ക് ഭാരം തോന്നിയില്ല. ഇത്ര വലിയ മഹത്വമുള്ള സഅദ് എന്നവരെ ഖബറിലേക്ക് ജനാസ ഇറക്കി വെക്കുമ്പോൾ ആ ഖബറിന്റെ ചാരത്ത് നിന്ന് അല്ലാഹുവിന്റെ നബിതങ്ങൾ അങ്ങ് കരയുന്നു. നബിതങ്ങളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുമ്പോ സ്വഹാബികൾ അത്ഭുതപ്പെട്ടു ചോദിക്കുന്നു, നബിയേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? സഅദിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് എന്തിനാ കണ്ണീരൊഴുക്കുന്നത്? അപ്പോഴാ നബിതങ്ങൾ പറയുന്നത്, അലാ അറിയണേ അറിയണേ, ഇന്നലികുല്ലി ഖബറിൻ ലളഗ്താ. സഹാബത്തെ, ഏത് ഖബറും ഖബറാളിയെ കൊണ്ട് ഒന്ന് ഞെരുക്കും, ഒന്ന് ഞെട്ടിക്കും, ഒന്ന് ഇടുക്കും. വലൗ നജാ മിൻഹു അഹദുൻ ബിഅമലി ലനജാ മിൻഹു സഅദ് ഇബ്നു മുആദ്. സൽക്കർമ്മൽ കാരണം ആരെങ്കിലും രക്ഷപ്പെടേണ്ടിയിരുന്നെങ്കിൽ എന്റെ സഅദെങ്കിലും രക്ഷപ്പെടേണ്ടിയിരുന്നു. ഇല്ല, സഅദിനെയും വെറുതെ വിട്ടിട്ടില്ല. ഞാനത് കണ്ടു. അല്ലാഹു എനിക്ക് നിന്റെ ഉള്ളിലുള്ള അവസ്ഥ കാണിച്ചു തന്നു. സ്വാഭാവിക സഅദിനെ കൊണ്ടുപോലും ഖബർ ഞെരുക്കുകയാണ്. സഅദിനെ കൊണ്ടുപോലും ഖബർ ഞെരുക്കുകയാണ്, എടുക്കുകയാണ്. സഅദിനെ കൊണ്ടുപോലും ഖബർ ഞെരുക്കുന്നു. ഇത് കണ്ടപ്പോ ഞാൻ കരഞ്ഞതാണെന്ന് പറയുമ്പോ നോക്കണേ നിങ്ങൾ, ആരാണ് സഅദ്? മരിക്കുമ്പോൾ അർശ് പോലും മറച്ചല്ലോ. ജനാസ ചുമന്നത് മലക്കുകളാണല്ലോ. അല്ലാഹുവിന്റെ നബിതങ്ങൾക്ക് പോലും കാലുവെക്കാൻ ഇടം കിട്ടാത്ത വിധം മലക്ക് വന്നല്ലോ. എന്നിട്ടും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് സഅദ് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പാപിയായ, തമ്മാടിയായ, ദോഷിയായ, അഹങ്കാരിയായ എന്റെയൊക്കെ കഥ എന്താ? നബിതങ്ങൾ സഅദിന്റെ ഖബറിന്റെ ചാരത്തിന് ദിക്ർ ചെല്ലുമ്പോ അന്നേരം അല്ലാഹു ആ ഖബറിനെ ഞെരുക്കം എളുപ്പമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു വിഷയം തന്നെയാണ്. പ്രിയമുള്ളവരെ, മഹാന്മാരെ കൊണ്ട് ഖബറങ്ങ് ഞെരുക്കിയാലും ഉടനെ ആ ഭൂമി അങ്ങ് വിടും, ഖബറങ്ങ് വിടും, എളുപ്പം കൊടുക്കും. എന്റെയും നിങ്ങളുടെയും ഒരുപാട് കാലം തുടർന്നാലോ സഹിക്കാൻ കഴിയുമോ? ആ ഖബറാളി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവനെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന സുഖവും ധാരാളമാണല്ലോ. നിങ്ങൾക്കറിയണോ, ഒരു സുഹാബി യുദ്ധത്തിൽ ഷഹീദാവുകയാ. ആ മനുഷ്യനെ ഖബറിലേക്ക്, ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ മുത്ത് നബിതങ്ങൾ ഖബറിന്റെ ചാരത്തുണ്ട്. നബിതങ്ങൾ ആ ഖബറടക്കം നടക്കുമ്പോൾ ആ ഖബറിന്റെ അടുത്ത് നബിതങ്ങളുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോ നബിതങ്ങൾ ബേക്കോട്ട് പിന്നോട്ടടിക്കുന്നു. നബിതങ്ങൾ പിന്നിലേക്ക് മെല്ലെ നടന്ന് പിന്നിലേക്ക് വരികയാണ്. അന്നേരം സ്വഹാബികൾ ചോദിച്ചു, നബിയേ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ജനാസ ഖബറിലേക്ക് വെക്കുമ്പോ ഖബറിന്റെ അടുത്തുണ്ടായിരുന്നു, പിന്നെന്താ നിങ്ങൾ ബേക്കോട്ട് പോരുന്നത്? പിന്നെന്തിനാണ് പിന്നോട്ട് പോരുന്നതെന്ന് പറയുമ്പോ നബിതങ്ങൾ പറയുന്നു, ഹയാ, ലജ്ജയാ, നാണം കൊണ്ട് ഞാൻ പിന്നോട്ട് വന്നതാ. സ്വഹാബികൾ ചോദിച്ചു, എന്തിനാണ് നാണം നബിയേ? അന്നേരം അല്ലാഹുവിന്റെ മുത്ത് നബി തങ്ങൾ പറയുന്നത്, ഈ
മനുഷ്യന്റെ ജനാസ ഖബറിലേക്ക് വെച്ചപ്പോ, ഖബറിലേക്ക് ഇറക്കിയപ്പോൾ ഈ ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ അല്ലാഹു എനിക്ക് കാണിച്ചു തരികയാണ്. 2 ഹൂറുൽ ഈൻ പെണ്ണുങ്ങൾ വന്നിട്ട് റഅയ്തു, ഞാൻ കണ്ടു, തൻസിയാനി കഫനാ, ഈ മയ്യത്തിന്റെ കഫൻ തുണി നീക്കുകയാണ്. ഈ മയ്യത്തിന്റെ കഫൻ തുണി നീക്കിയിട്ട് സുഖം കൊടുക്കാനും ആസ്വാദനം കൊടുക്കാനും ഹൂർലീങ്ങൾ തിരക്ക് കൂട്ടുന്നത് കണ്ടപ്പോ നാണം കൊണ്ട് ഞാൻ മടങ്ങി അങ്ങ് പിന്നോട്ടടിച്ചതെന്ന് പറയുമ്പോ, ഖബറിലേക്ക് ഇറക്കപ്പെട്ട മയ്യത്തിന്റെ ഖബറിൽ ആദ്യം തന്നെ ഹൂർലീൻ പെണ്ണുങ്ങൾ വന്ന് സുഖങ്ങൾ ആസ്വാദനങ്ങൾ കൊടുക്കുന്ന രംഗവുമുണ്ട്. പ്രിയമുള്ളവരെ, ഖബർ ചിന്തിക്കണം, അങ്ങനത്തെ ഖബറുകളുമുണ്ട്. പക്ഷേ അമല് വേണം. സുബ്ഹാനല്ലാഹ്. എൻ്റെ സഹോദരികളോട്, എൻ്റെ സഹോദരങ്ങളോട് ഇനി എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത് എന്തെന്നറിയണോ? ഇത് വെക്കേഷനാണ്. ഇപ്പൊ ഇതാ SSLCയുടെ ഫലം വന്നു. നമ്മുടെ മക്കൾക്ക് സ്കൂളും ഭൗതിക വിദ്യാഭ്യാസവും ട്യൂഷനും ധാരാളം കൊടുക്കുമ്പോൾ ഖുർആന്റെ വഴികൾ മറക്കണ്ട, ദീനീ ബോധത്തിൽ കുറവ് വരണ്ട. ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം മോമിനിങ്ങളെ. തഫ്സീർ റാസിയിൽ കാണുന്ന ചരിത്രമാണ്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഈ ചരിത്രം അദ്ദേഹത്തിന്റെ പാഠ്യപുസ്തകത്തിൽ കവിതാ രൂപത്തില് നല്ല നിലക്ക് പാടി അവതരിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈസബ്നു മറിയം പണ്ട് ജീർണിച്ച് പോയൊരു ഖബർ യാത്രയിൽ കണ്ടു. റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു യാത്ര പോകുമ്പോൾ ഒരു ഖബർ കാണുകയാണ്. ഈസാ നബി ആ ഖബറിലേക്ക് അങ്ങ് നോക്കുമ്പോ അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടല്ലോ. ഈസാ നബിക്ക് അല്ലാഹു ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാഴ്ചയും ശരിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഖബറാളെ ശിക്ഷിക്കപ്പെടുന്നു, ആ ഖബറാളയുടെ എല്ല് പൊട്ടിക്കപ്പെടുകയാ, ഖബറാളി ദുർഗന്ധം വമിക്കുകയാ, ഖബറാളയുടെ മുഖത്ത് മുഴുവനും കരിവാടിച്ചിട്ട് ശരീരം മുഴുവനും കറുത്തിരുണ്ട പോയി. ഖബർ മുഴുവനും ശിക്ഷയാണ്, മുഴുവനും ഇരുട്ടാണ്, ഭീകരമാണ്, ദുർഗന്ധം വമിക്കുന്നു, തീ നിറഞ്ഞിരിക്കുകയാ, പാമ്പും തേളും നിറഞ്ഞ് നിരവധി ശിക്ഷകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് കരച്ചിൽ വന്നു, സങ്കടം വന്നു. ഏതാവട്ടെ, ഈ രംഗം മുഴുവനും കണ്ടിട്ട് ഈസാ നബി യാത്രയങ്ങ് തുടർന്നു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ്, അല്പ ദിവസം കഴിഞ്ഞ് ആ വഴിയിലൂടെ തന്നെ മടങ്ങി വരുമ്പോ, ആ റൂട്ടിലൂടെ തന്നെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിലേക്ക് ഒന്നുകൂടി നോക്കാൻ തീരുമാനിക്കുകയാണ്. രണ്ടാമത് ഇപ്പോ അതിന്റെ അവസ്ഥ എന്താണ് എന്നറിയാൻ തിരിച്ചു വരുമ്പോൾ ആ ഖബറിലേക്ക് രണ്ടാമതും നോക്കുമ്പോ അന്നേരം അത് സ്വർഗമാ. അവിടെ ശിക്ഷിക്കുന്ന മലക്കുകളില്ല, ശിക്ഷയില്ല, ഇരുട്ടില്ല, പാമ്പില്ല, തേളില്ല. ആ മയ്യത്ത് പുഞ്ചിരിക്കുന്നു, ശോഭമായ മുഖം, പ്രസന്നമായ മുഖം, റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മാലാക്കമാർ സുഖം കൊടുക്കുകയാണ്. സദാ കസ്തൂരിയുടെ സുഗന്ധമാ, അവിടെ മുഴുവനും നല്ല ആനന്ദമാണ്. ഈസാ നബി പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. പടച്ചോനെ, ഞാൻ അങ്ങോട്ട് പോകുമ്പോ ശിക്ഷയായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴേക്കേ ഖബറിൽ രക്ഷയായല്ലോ. എന്താണ് കാരണം അല്ലാ എന്നറിയാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. നോക്കൂ, പിന്നീട് ആ വഴി തന്നെ നബി മടങ്ങുന്നതായി, പണ്ടത്തെ ഖബറ പോൽ പ്രകാശിക്കുന്നതായി. ഇങ്ങോട്ട് വരുമ്പോൾ ആ ഖബർ പ്രകാശിക്കുകയാണ്. ഇതിലുള്ള സിറന്താണിലാഹി എന്ന് ചോദിച്ചു കൊണ്ടപ്പോൾ ദുആ ചെയ്യുന്നു. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്.
കൊടുക്കുകയാണ്. അല്ലാഹുവേ അല്ലാ, അങ്ങോട്ട് പോകുമ്പോ ഈ ഖബറിൽ മുഴുവനും ശിക്ഷയായിരുന്നല്ല, ഇങ്ങോട്ട് വരുമ്പോ ഖബർ മുഴുവനും രക്ഷയാണ് അല്ലാ. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണ് അല്ലാ എന്ന് ചോദിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ക്ഷണം തന്നെ ജിബ്രീൽ വന്നു റബ്ബിൽ നിന്ന് വിവരങ്ങളെല്ലാം വിശദമായി പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്ന് വിവരങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈസവേ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഈ മയ്യത്ത് ശിക്ഷിക്കപ്പെട്ടിരുന്നു, ഈ ഖബർ നരകമായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോ സ്വർഗമായി. കാരണം എന്തെന്നറിയണോ? ഈ ഖബറാളി തമ്മാടിയായിരുന്നു, ദോഷിയായിരുന്നു, പാപിയായിരുന്നു. ഇവൻ ദോഷിയായവ നാണ് എന്നാൽ തന്നെയോ മരിക്കുന്ന സമയത്തുണ്ട് ഇവനൊരു ഭാര്യയോ, പരിപൂർണ ഗർഭിണി ആയിരുന്നവളന്ന്. പിന്നീട് അവൾക്കൊരു കുട്ടി വെളിയിൽ വന്ന്. അവൻ മരണപ്പെടുമ്പോ ഇവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. പിന്നെ ആ പെണ്ണ് പ്രസവിച്ചു, ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയെ പാലും കൊടുത്തു വളർത്തി മദ്രസലാക്കി, ദൈനംദിനം അതിലേക്ക് പോയി വരവാക്കി. ആ കുട്ടിയെ വളർത്തിയിട്ട് ആ ഉമ്മ, ആ പെണ്ണ്, ഈ തമ്മാടിയുടെ ഭാര്യ, ആ കുട്ടിക്ക് 2-3 വയസ്സാകുമ്പോ കുട്ടിയെ മദ്രസയിൽ ചേർത്തു. അങ്ങനെ ചൊല്ലിക്കൊടുത്തു ഉസ്താദ് ബിസ്മില്ലാഹി, അവനേറ്റ് ചൊല്ലിയതും ബിസ്മില്ലാഹി. ഉസ്താദിന്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഉസ്താദ് ബിസ്മി അങ്ങ് ചൊല്ലിക്കൊടുക്കുമ്പോ ഉസ്താദിന്റെ ചുണ്ടിലേക്ക് നോക്കി ഈ കുഞ്ഞ് ഏറ്റു ചൊല്ലുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നേരം ഈസ നബിയേ, ഈ കുട്ടിയുടെ വാപ്പാന്റെ ഖബർ അതുവരെ നരകമായിരുന്നു. എങ്കിലേ കുട്ടി ബിസ്മിയോതുമ്പോ അന്നേരം അല്ലാഹു ഈ ഖബറിലെ മലക്കുകളോട് പോകാൻ പറഞ്ഞു. എന്നിട്ട് റഹ്മത്തിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകളോട് വരാൻ പറഞ്ഞു. ഇവനുള്ള കുഞ്ഞ് പുറത്ത് ബിസ്മി ഓതലോ, ഞാൻ ഇവന് അടിയിൽ 8 ശിക്ഷ കൊടുക്കലോ, എനിക്കിഷ്ടമില്ലതിൽ ലജ്ജയും എനിക്കുണ്ട്. റഹ്മത്തിറക്കിയതാ പൊറുത്തത് കൊണ്ട്. ഈ ഖബറാളിയുടെ മകനാണല്ലോ ബിസ്മിയോതുന്നത്. അവന്റെ മകൻ ബിസ്മിയോതുമ്പോ അവനെ ഞാൻ ഖബറിലിട്ട് ശിക്ഷിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഖബർ സ്വർഗമാക്കി എന്ന് പറയുമ്പോ ഈസ നബിയെ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഇവന്റെ മകൻ മദ്രസയിൽ പോയിരുന്നില്ല, ഇങ്ങോട്ട് വരുമ്പോഴേക്കാ ബിസ്മി ചൊല്ലാൻ പഠിച്ചത്. നോക്കണേ, ബിസ്മി ഓതാനും ഖുർആൻ ഓതാനും ദീൻ പഠിക്കാനും ഒരു മകനെങ്കിലും ഉമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഖബർ പ്രകാശമാണ്. എഞ്ചിനീയറിംഗിന്റെയോ മെഡിക്കൽ സയൻസിന്റെയോ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ തിയറിയോ ഇക്വേഷനോ ചൊല്ലി പഠിച്ചവനല്ല. അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും ദീനുമായി ബന്ധമുണ്ടാകണം. അതുകൊണ്ട് 2 വിദ്യാഭ്യാസമുള്ള മക്കളാക്കാൻ നിങ്ങൾക്ക് കഴിയണം. കണ്ടോ, ഈസാ നബി അലൈഹിസ്സലാം ഈ ഖബറിന്റെ മാറ്റം കണ്ടത്. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞത് വേറെ പുടനത്തിനന്ന് കൊടുത്ത മറുപടി അതാ. ജിബ്രീലിനെ വിട്ടിട്ട് മറുപടി കൊടുത്തു. ഇവന്റെ ഈ ഖബറാളിയുടെ കുട്ടിനെ മദ്രസ ചേർത്തത് മുതൽക്ക് ഖബർ സ്വർഗമാക്കി. അല്ലാഹു എന്നെ നിങ്ങളൊക്കെ ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കുമാറാവട്ടെ. എന്റെ ഭയാനക വിഷയം തന്നെ. കാരണം ഒന്നും ചിന്തിക്കണ്ട, ഞാനിപ്പോ എന്റെ പ്രസംഗത്തിൽ ഇപ്പൊ പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചരിത്രം മാത്രം ഉൾക്കൊണ്ടാൽ മതി. അല്ലെ, ബുദ്ധി ഉണ്ടെങ്കിൽ പടച്ചോൻ ഈ വാതുകൊണ്ട് ആദ്യം എനിക്ക് ഉപകാരവും പിന്നെ നിങ്ങൾക്കും ഉപകാരം നൽകുമാറാവട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു വലിയ മഹാന്, അർശ് വിറച്ചു അല്ലെ, ജനാസ പങ്കെടുക്കാൻ 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. മലക്കുകൾ അദ്ദേഹത്തിന്റെ ജനാസ ചുമന്നു. എന്നിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഖബർക്ക് വെച്ചപ്പോ ഖബർ ഞെരുക്കി. പിന്നെ നമ്മുടെ കാര്യം പറയാണ്ടോ? അതുകൊണ്ടാണ് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ,
കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആരാണ് ഉസ്മാൻ തങ്ങളെന്നോ? നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇസ്റാ മിറാജിന് ഞാൻ ചെല്ലുമ്പോ സ്വർഗത്തിന്റെ തൂണുകളിൽ ഞാൻ മക്തൂബൻ ബിസ്മി ഉസ്മാൻ, ഉസ്മാന്റെ പേര് എഴുതി വെക്കപ്പെട്ടത് കണ്ടോ. ജിബ്രീലിന്റെ ചിറകിലും ഞാൻ കണ്ടു മക്തൂബൻ ബിസ്മി ഉസ്മാൻ. ജിബ്രീലിന്റെ ചിറകിലും ഉസ്മാൻ എന്ന പേര് ഞാൻ കണ്ടു. നോക്കണേ, ഇത്ര മഹത്വമുള്ള സ്വഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് 40 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്നിന് പിറകെ മറ്റൊന്നായി 40 പെൺകുട്ടികളെയും ഞാൻ ഉസ്മാന് കെട്ടിച്ചു കൊടുക്കുമെന്നാ നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് തന്റെ 2 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തല്ലോ. ആദ്യം ഒരു മകളെ കെട്ടിച്ചു, അത് മരണപ്പെട്ടപ്പോ വേറൊരു മകളെ കെട്ടിച്ചു. അതുകൊണ്ട് തന്നെ ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന ഒരു സ്ഥാനപ്പേര് ഉസ്മാൻ തങ്ങൾക്ക് ലഭിച്ചല്ലോ. നബി തങ്ങൾ പറഞ്ഞു, എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ കൂട്ടുകാരൻ മറ്റാരുമല്ല, എന്റെ ഉസ്മാനാണ്. അത്രയും മഹത്വമാ ഉസ്മാൻ തങ്ങൾക്ക്. പക്ഷേ ഖബറ് കണ്ടാൽ വാവിട്ട് കരയുമായിരുന്നു. ആളുകൾ ചോദിച്ചു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ എന്താ നരകത്തെ പറ്റി പറയുമ്പോ കരയുന്നില്ല? നിങ്ങൾ ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോഴേക്ക് കരയുകയാണല്ലോ, ഖബറ് കാണുമ്പോ കരയുകയാണല്ലോ. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫരീദൻ വഹീദൻ ബഅദ ومنتي رهينا بجرمي وتراب وساديا. എല്ലാം കഴിഞ്ഞു പോകുന്ന ഖബർ ഒറ്റപ്പെടലിന്റെ വീടാ. നരകത്തിൽ കടന്നാലും അവിടെ ഒറ്റപ്പെടലിൽ ആളുകൾ ഉണ്ടാകും, പക്ഷേ ഖബറിൽ അവിടെ ഒറ്റപ്പെടലാണ്. ഇന്നത് നമ്മുടെ വിഷയം, ഖബർ ഒറ്റപ്പെടലുണ്ടാതെ രാത്രി എന്നാണല്ലോ. ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, നരകം പറയുമ്പോ ഞാൻ കരയുന്നില്ല, കാരണം നരകത്തിൽ ഒറ്റപ്പെടലല്ല, പക്ഷേ ഖബറിൽ ഒറ്റപ്പെടലാണ്. ഇവിടെ ഒറ്റക്കിരിക്കുമ്പോഴേക്ക് നമുക്ക് വിഷമമാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോയി നീ മാത്രം അടച്ചിട്ട റൂമിൽ കഴിയുമ്പോ എന്ത് വിഷമമാണ്. എങ്കിൽ ഖബറിൽ ഒറ്റക്കല്ലേ, അവിടെ രക്ഷ വേണോ? നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയട്ടെയോ? ഭൂമിക്കുമേൽ നിന്നോർത്തിനി ഇന്നവനെയും, അതിനടിയിലായാൽ പിന്നെയവനും നിന്നെയും. ഈ ഭൂമിയിലൂടെ നീ നടന്നു പോകുമ്പോ നാവ് കൊണ്ട് ചൊല്ലിക്കോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഭൂമിയിലൂടെ നടക്കുമ്പോ, ഇരിക്കുമ്പോ, കടക്കുമ്പോ, ഒഴിവ് ലഭിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ, ദിക്ർ ചൊല്ലിയാൽ, ഈ ഭൂമിക്ക് മുകളിലാകുമ്പോ അള്ളാഹുവിനെ ഓർത്താൽ, നീ ഭൂമിക്ക് അടിയിലായാൽ അള്ളാഹു നിന്നെയും ഓർക്കുന്നു. ഭൂമിക്കുമേൽ നിന്നോർത്തിനി ഇന്നവനെയോ, അതിനടിയിലായാൽ പിന്നെയവനും നിന്നെയും. മറക്കുന്നതാ നിന്റെ അഹ്ല് ഔലാദൊക്കെയും, കൈവെടിയുമെല്ലാം നിന്ന റബ്ബല്ലാതെയോ.
കൈവെടിയുമടാ നിന്റെ മകനും നിന്റെ മകളും മരുമകളും പേരക്കിടാങ്ങളും ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഭാര്യയും ഭർത്താവും ഉമ്മവാപ്പ എളാപ്പ മൂത്താപ്പ അയൽവാസി എല്ലാവരും നിന്നെ കൈവെടിയുന്നതാണ്. മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മയ്യത്തെ കബറിലെ കറക്കി വെച്ചുകൊണ്ടവരെ പിന്നോട്ട് വരുമ്പോ മുൻകർ നക്കീർ വരുന്ന രംഗം അല്ലാഹുവിന്റെ നബിതങ്ങൾ പറയുകയാണ്, നിന്റെ മയ്യത്തെ കബറിൽ വെച്ചുകൊണ്ടവരെ പിരിഞ്ഞു പോരുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും നീ കേൾക്കാൻ തുടങ്ങുമ്പോഴേക്ക് മുൻകർ നക്കീർ വരുന്നു. നിനക്ക് എന്തോ ഒരു സഹായം ചെയ്തിരുന്ന, തമാശ പറഞ്ഞിരുന്ന, നിന്റെ കൂടെ കളിച്ചിരുന്ന, നേരം പോക്കിനുണ്ടായിരുന്ന നിന്റെ പൊന്നാര ചങ്ങാതിമാര് നിന്റെ കബറടക്കം കഴിയുമ്പോഴേക്ക് പിരിഞ്ഞു വരികയാണ്. നിന്റെ മകൻ പിരിഞ്ഞു പോകുന്നു, നിന്റെ ജ്യേഷ്ഠാനിയന്മാര് പിരിഞ്ഞു പോവുകയാണ്. നീ ഒരുപാട് സ്വർണം കൊടുത്ത് നിന്റെ മകളെ കെട്ടിച്ചു കൊടുത്ത മരുമകനും പിരിഞ്ഞു പോവുകയാ. അവരെ ചെരുപ്പിന്റെയും അവരുടെ ഷൂവിന്റെയൊക്കെ ചെരുപ്പടി നീ കേൾക്കുന്നു. പിന്നെ ചിലപ്പോ മരിച്ചു കഴിഞ്ഞാൽ 3 വരെ കബറിലേക്ക് വന്നേക്കാം, ചിലപ്പോ 40 വന്നേക്കാം, 1-ാമത്തെ ആണ്ടിന് വന്നേക്കാം. പിന്നെ ഒരാളും അല്പം കഴിഞ്ഞാൽ നിന്റെ കബറേതെന്ന് പോലും അറിയില്ല. മറക്കുന്നതാ നിന്റെ അഹ്ലി ഔലാദൊക്കെയോ, കൈവെടിയുമെല്ലാം നിന്ന റബ്ബല്ലാതെയോ. അവിടെ അല്ലാഹു മാത്രമേ നിനക്ക് പിന്നെ കബറിലുള്ളൂ. ഒറ്റക്കുതിരുളായ കുഴിയിൽ താമസം പെരുത്തുണ്ട്, ഇരുളാഴ കുഴിയിൽ കൂട്ടിനന്നാരുണ്ട്, ഒറ്റക്കു തന്നെ അതിൽ താമസം പെരുത്തുണ്ട്. ഇനാസിനായി ആരും നിനക്കതിരില്ല, അതിനാണ് ദിക്റുല്ലാഹി അസ്സ വജല്ല. നേരം പോക്കിന് അവിടെ ആരുമില്ലടോ, അവിടെ നേരം പോക്കിനാളില്ല, ടെൻഷൻ തീർക്കാനാളില്ല. ഇനാസ് എന്നാൽ നേരം പോക്ക്, ഇനാസിനായി ആരും നിനക്കതിരില്ല, അതിനാണ് ദിക്റുല്ലാഹി അസ്സ വജല്ല. ദിക്റേയുള്ളൂ. ഇവിടുന്ന് ചെല്ലുന്ന ദിക്ർ നാളെ കബറിൽ കൂട്ടുകാരനാ. അതിനു വേണ്ടി മുഅ്മിനേ ഞാൻ നിങ്ങളും കൂട്ടുകാരെ ഉണ്ടാക്കണം. നമ്മൾ ഓതുന്ന ഖുർആനില്ലേ, ഖുർആൻ നമ്മുടെ കബറിൽ കൂട്ടുകാരനായ കയറി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ദിക്റും ഖുർആനും അതൊക്കെയാണ് നമ്മുടെ കൂട്ടുകാര്. ഇതൊക്കെ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ വരുന്ന കഥയെ കുറിച്ചല്ല ഈ പറയുന്നത്. പിന്നെ ഒരു സെക്കൻഡ് മതി നമുക്ക്, ഇന്ന് കണ്ണ് ചിമ്മിയാ മതി, ഒരു കാരണം വേണ്ട. അന്ന് നമ്മൾ പറഞ്ഞ കുഴഞ്ഞു വീണ് മരിച്ചു, അങ്ങനല്ല. മരിക്കാൻ വേണ്ടി കുഴഞ്ഞു വീണതാ. അറ്റാക്ക് വന്നു മരിച്ചു അല്ല, മരിക്കാൻ വേണ്ടി അറ്റാക്ക് വന്നു, അത്രേ ഉള്ളൂ. പ്രഷർ തലക്കടിച്ചു മരിച്ചതാണ് അല്ല, മരിക്കാൻ വേണ്ടി പ്രഷർ തലക്കടിച്ചതാണ്. എന്തെങ്കിലും കാരണം ഒരു സെക്കൻഡ് മതിയിലെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരത്തോട് നേരാകുമ്പോഴേക്ക് നമ്മുടെ കബറിലേക്ക് എത്തി, ആ വീട്ടിലേക്ക് എത്തി. ആ വീടിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചോ? നമ്മൾ ആലോചിച്ചോ? നമുക്ക് എനിക്കും നിങ്ങൾക്കൊക്കെ വരാനുള്ളതാ. നമ്മളെ കഴിഞ്ഞു പോയിരിക്കെ ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹി ഇസ്ലാം മരിക്കാൻ നേരത്തെ അസ്രായേൽ വന്നപ്പോൾ അസ്രായേലിനോട് ചോദിച്ചു, അല്ല അസ്രായേലെ, എന്തെങ്കിലുമൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നിട്ട് വന്നൂടായിരുന്നോ? എന്നാ എനിക്കൊന്ന് ഒരുങ്ങാമായിരുന്നു. ദാവൂദ് നബി ചോദിക്കുക, അസ്രായേലിനോട് ചോദിച്ചു, അസ്രായേൽ അലൈഹി ഇസ്ലാമെ, ഒന്ന് വരുന്നതിന് മുമ്പൊന്ന് മുന്നറിയിപ്പ് തന്നൂടായിരുന്നു? കുറച്ച് മുന്നറിയിപ്പുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി എനിക്കൊന്ന് ഒരുങ്ങായിരുന്നു. അപ്പൊ അസ്രായേൽ ചോദിച്ചു, അതെന്ത് ചോദ്യ ദാവൂദ്, എത്ര മുന്നറിയിപ്പുകാരൻ ഞാൻ തന്നു, എവിടെ മുന്നറിയിപ്പ്? അപ്പൊ അസ്രായേൽ ചോദിച്ചു, നിങ്ങളെ വല്യാപ്പ എവിടെയാണ്? മരിച്ചുപോയി. നിങ്ങളെ ബാപ്പ എവിടെയാണ്? മരിച്ചുപോയി. നിങ്ങളെ മറ്റേ മനുഷ്യനെവിടെ? മരിച്ചുപോയി. നിങ്ങളെ അയൽവാസി എവിടെ? മരിച്ചുപോയി. അവരെ വീട് ഇപ്പൊ എവിടെ? അവരെ ഖബർ ഇവിടെ. നിങ്ങളെ ഇന്നാലിന്ന ആളെവിടെ? അയാളെ മരിച്ചുപോയി. അയാളെ ഖബർ എവിടെ? വീടെവിടെ? ഖബറാണ്. ഇത് തന്നെയാണ് ദാവൂദ് നബിയെ ഏറ്റവും വലിയ മുന്നറിയിപ്പ്. അതിനപ്പുറം ഇനി എന്ത് മുന്നറിയിപ്പ് വേണം? നമ്മള് ഒന്ന് പള്ളിക്കാട്ട് പോയി നോക്കി, എത്ര ഖബറുകൾ, മൈലാഞ്ചി ചെടികളും കള്ളിമുൾ ചെടികളും കുത്തിവെച്ച ഖബറ്. ജുമാ കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഖബർസ്ഥാനിലേക്ക് നോക്കുമ്പോ ആ ഖബറിന്റെ മുകളിലുള്ള കള്ളിമുൾ ചെടികളും മൈലാഞ്ചി ചെടികളും നമുക്കൊരു കാര്യം പറഞ്ഞിരുന്നുണ്ട്.
നിന്റെ ബാപ്പാണ് നിന്റെ ഉമ്മാന്റെ തലച്ചോറിന്റെയും കുടലിലെയും കരളിന്റെയും ഒക്കെ വളം വലിച്ചെടുത്താണ് ഞാൻ ഈ നിവർന്ന് നിൽക്കുന്നത്. നീ ഇങ്ങോട്ട് വാ. എന്റെ തലച്ചോറും നിന്റെ കരളും നിന്റെ വയറും നിന്റെ കുടൽവാലകളുമാണ് എന്റെ ഊർജം എന്ന് പറയാൻ. മനുഷ്യനത് ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യനത് ആലോചിക്കാൻ സമയമുണ്ടോ? പ്രിയമുള്ള സഹോദര, കാര്യം തമാശയല്ല, എത്ര ഗൗരവമുള്ള വിഷയമാണ്. എത്രയോ വലിയ കോടികൾ വിലപിടിപ്പുള്ള വലിയ വലിയ വീടുകൾ സുഖിച്ചു വരുന്നവിടെയാണ്. ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ സുന്ദരികളായ പെണ്ണുങ്ങൾ എന്നിവിടെയാണ്. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്തമറ്റ ജീവിതം മരിച്ചിടുന്നതാണു മർത്യനുള്ള മേന്മയോർക്കനി. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലവിഭ്ര ചക്രമത്തിരെങ്കിലേ നമുക്കു പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. ഇതൊരു ഹൈന്ദവ കവിയത്രിയുടെ വരികളാണ്. എത്രയോ ആളുകൾ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയി. ഈ ചിത്താരിയിൽ ഒരു 50 കൊല്ലം മുമ്പുണ്ടായിരുന്ന പണക്കാരൻ ഇന്നിവിടെ കിടക്കുന്നു. ഒരു 100 കൊല്ലം മുമ്പ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്തുണ്ടായിരുന്ന പണക്കാരൻ ഇന്നിവിടെ കിടക്കുന്നു. ഖബറിൽ കടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. നാലാളെ മുമ്പിൽ ഭംഗി പ്രദർശിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ ആകാര പടിവുകളും ചുളിവുകളും തടിയും മണ്ണവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഡ്രസ്സ് ധരിച്ച് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ. ഇന്റർലോക്ക് ഇട്ട നിന്റെ വീട്ടുമുറ്റത്തേക്ക് കോഴിയോ പൂച്ചയോ പട്ടിയോ കയറി വന്നാല് കല്ലെറിഞ്ഞ് ആട്ടുന്ന മനുഷ്യ, നിന്നെ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ, മാംസങ്ങളും പുഴു തിന്നതത്ഭുതമല്ലേ. നിന്നെ കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേയുമ്പോ, നായ വന്നിരിക്കുമ്പോ, പട്ടി വന്നിരിക്കുമ്പോ, പൂച്ച വന്ന് വിസർജിക്കുമ്പോ, പൂത്ത് വന്ന് വിസർജിക്കുമ്പോ, എടാ കബറിൽ കടക്കുന്ന നിന്റെ നെഞ്ചകത്ത് അവര് വിസർജിക്കുമ്പോ തടുക്കാൻ കഴിയുമോ? ഇല്ലടാ, കഴിയില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊലിച്ചില്ലേ, അത് പോട്ടെ കബർ നിറഞ്ഞതത്ഭുതമല്ലേ. ഇന്ന് ഉമ്മ ഉപ്പ നിങ്ങളെ ശരീരത്തിലെ മുറിവിൽ നിന്ന് രക്തം വരുമ്പോ, ജലം വരുമ്പോ, നിങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമ്പോൾ തുടച്ചു തരാ മക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്, മരുമക്കളുണ്ട്. ക്യൂ നിൽക്കുകയാണ്. വെള്ളമെന്ന് പറയുമ്പോഴേക്ക് വെള്ളം കൊണ്ടുവന്ന് തരാൻ ആരുണ്ട്? കണ്ണീര് വരുമ്പോഴേക്ക് തുടച്ചു തരാൻ ആരുണ്ട്? എന്നാ കബറിൽ കടന്ന് വയറ് പൊട്ടി കുടൽമാല പുറത്ത് ചാടുമ്പോ ഉദരം ക്രമേണ പഴുത്ത് ചീഞ്ഞൊരിച്ചില്ലേ, അത് പോട്ടെ കബർ നിറഞ്ഞതത്ഭുതമല്ലേ. അത് കാണാൻ മകനുണ്ടോ, മകളുണ്ടോ, പേരക്കിടാങ്ങളുണ്ടോ, മരുമക്കളുണ്ടോ? ആരും നിനക്കവിടെയില്ല. വളയിട്ടു ബഹുമാനിച്ചതി കൈയല്ലയോ പെണ്ണെ. വിലപിടിപ്പുള്ള 2 പവന്റെ 4 പവന്റെ 5 പവന്റെ 5 മട്ടു വളകളൊക്കെ നിന്റെ തുടുതുടുത്ത വെളുത്ത കയ്യിൽ നിന്റെ കയ്യിൽ നീ ധരിച്ച് ഭംഗിയാക്കുമ്പോ, വളയിട്ടു ബഹുമാനിച്ചതി കൈയല്ലയോ, മാംസങ്ങളൊക്കെ അടർന്നതത്ഭുതമല്ലയോ. റുമ്മാം പഴം 2 എണ്ണവും ചീഞ്ഞില്ലയോ, ചിതലിന്റെ സംഘം ഇന്നതിൽ പൊതിഞ്ഞില്ലയോ. ഇതാണ് ഖബർ. ഈ ചിന്തയിൽ ബി ഫാത്തിമ കരഞ്ഞില്ലയോ,
അവരെന്നു മധുവിതു തന്നെയും വെടിഞ്ഞില്ലയോ. ഇത് ചിന്തിച്ചുകൊണ്ട് കല്യാണത്തിന്റെ ആദ്യ രാത്രി കരഞ്ഞ മഹദിയാണ് ഫാത്തിമ. ഫാത്തിമ ബീവിയല്ലേ പെണ്ണുങ്ങളെ നിങ്ങളെ മാതൃക. 26 വയസ്സ് മാത്രം ജീവിച്ച മഹദിയാ ഫാത്തിമ. ഈ ചെറുപ്രായത്തിൽ ജീവിച്ച് മരിച്ചു പോയിട്ട് പോലും ലോകത്തിന് മാതൃകയാകുമ്പോ ഈ പ്രായത്തിൽ എന്തുമാത്രം നന്മകൾ ചെയ്യാൻ കഴിയണം. ഫാത്തിമാന്റെ കല്യാണം നടക്കുമ്പോ അറിയാമല്ലോ, ആദ്യ രാത്രിയിൽ അലിയാർ റൂമിലേക്ക് മണിയറയിലേക്ക് കടന്നുകൊണ്ട് കട്ടിലിൽ ചെന്നിരിക്കുമ്പോ അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ ബീവിയുടെ ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ രാത്രിയാ. ഫാത്തിമ ബീവി ആ മണിയറയിൽ ചെന്നിരിക്കുമ്പോ അലിയാർ റൂമിലേക്ക് കടന്നു വരികയാ. ആദ്യത്തെ രാത്രിയാണ്, പല സ്വപ്നങ്ങളും ഉണ്ടാകുമല്ലോ. അലിയാർ മണവാളൻ കടന്നു വന്ന് പതുക്കെ വിളക്കങ്ങ് കെടുത്തുമ്പോൾ ഫാത്തിമ ബീവി തേങ്ങി തേങ്ങി കരയുകയാണ്. അലിയാർക്ക് സംഗതി മനസ്സിലായില്ല. പിന്നെയോ അലിയാർക്കും കരച്ചിൽ വരുന്നുണ്ട്. പിന്നെ ഫാത്തിമ ബീവി ഇങ്ങ് തേങ്ങിക്കരയുമ്പോ വിളക്ക് കെടുത്തിയപ്പോ തേങ്ങിക്കരയാൻ തുടങ്ങി. അലിയാർ മെല്ലെ വാതിലങ്ങ് അടച്ചു. ലോക്ക് ചെയ്തപ്പോഴേക്ക് ഫാത്തിമ പൊട്ടിക്കരയുകയാണ്. അലിയാർ ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് വിളക്ക് കെടുത്തിയപ്പോ തേങ്ങിക്കരഞ്ഞത്? എന്തിനാണ് വാതിലടച്ചപ്പോ പൊട്ടിക്കരഞ്ഞത്? എന്നെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഞാനാണ് നിന്റെ ഭർത്താവെന്ന് ചിന്തിച്ചുകൊണ്ടാണോ? അപ്പോ ഫാത്തിമ പറഞ്ഞു, അല്ല അല്ല, നിങ്ങൾ എനിക്ക് മതിയായവനാണ്, അതിന്റെ പേരിലൊന്നുമല്ല ഞാൻ സങ്കടപ്പെടുന്നത്. എന്നാ പറ ഫാത്തിമ, എന്തിനാണ് വിളക്ക് കെടുത്തിയപ്പോ തേങ്ങിക്കരഞ്ഞത്? അപ്പോഴാണ് ഉള്ള തുറന്നുകൊണ്ട് ഫാത്തിമ സംസാരിക്കുന്നത്. അലിയേ, ഇത് നമ്മുടെ ആദ്യ രാത്രിയാ. തോഴിമാരും ചങ്ങാതിച്ചിമാരും കൂട്ടുകാരികളും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഉന്തി വിട്ടു, അവർ പോയല്ലോ. നിങ്ങളെ കടന്നു വരുന്നത് വരെ ഇവിടെ വിളക്കുണ്ടായിരുന്നു, വെളിച്ചമുണ്ടായിരുന്നു, പ്രകാശമുണ്ടായിരുന്നു. ഈ ആദ്യ രാത്രിയിലോ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്ന് വിളക്ക് കെടുത്തിയപ്പോ ഇവിടെ ഇരുട്ട് പരന്നില്ലേ, ഇരുള് പരന്നില്ലേ? ഈ ഇരുട്ട് കണ്ടപ്പോ, ഈ ആദ്യ രാത്രി ഇരുള് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയത്, എന്റെ ചിന്ത കടന്നു ചെന്നത് ഖബർ എന്ന ആദ്യ രാത്രിയിലെ ഇരുട്ടാണ്. അതും ഒരു ആദ്യ രാത്രിയാണല്ലോ. അതും കൂട്ടുകാര് കുടുംബക്കാര് വന്ന് ചേർത്ത് തള്ളുന്ന ഒരു റൂമാണല്ലോ. ഇവിടെ നിങ്ങൾ വിളക്ക് കെടുത്തിയപ്പോ ഇരുട്ട് വന്ന് കണ്ടപ്പോ നിങ്ങൾ കെടുത്തുന്നത് വരെ വെളിച്ചമുണ്ടായിരുന്നു. കെടുത്തിയപ്പോ ഇരുട്ട് കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു പോയത് ആദ്യ രാത്രിയായ ഖബറിലെ ഇരുട്ടാണ്, അതുകൊണ്ട് തെങ്ങിയതാണ്. അപ്പോ അലിയാർ ചോദ്യം, പിന്നെ വാതിലടച്ചപ്പോ എന്തിനാ പൊട്ടിക്കരഞ്ഞത്? അലിയേ, നിങ്ങൾ വാതിലടക്കുന്നത് വരെ ഇങ്ങോട്ട് പ്രവേശിക്കാമായിരുന്നു, ഇങ്ങോട്ട് ആർക്കും വരാമായിരുന്നു. വാതിലടച്ചപ്പോ പിന്നെ പ്രവേശനങ്ങളില്ല. ഈ ആദ്യ രാത്രിയുടെ വാതിലങ്ങടച്ചപ്പോ എന്റെ ചിന്ത കടന്നു പോയത് ആദ്യ രാത്രിയായ ഖബറിൽ എന്റെ ജനാസ വെച്ചുകൊണ്ട് അവസാന മൂടുകല്ല് വെക്കുന്നതാണ് അലിയേ. പിന്നെ ലോകത്തേക്ക് വേറെ വഴികളില്ല. ഈ സമയത്ത് ഞാനത് ചിന്തിച്ചപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞതാണ്. അതുകൊണ്ട് അലിയേ, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ എന്റെ ഭർത്താവാണ്, നിങ്ങൾ സമ്മതം നൽകണം. ഞാൻ നമസ്കരിക്കട്ടെ, ഖുർആൻ ഓതട്ടെ, സമ്മതം തരുമോ? അപ്പോഴേ കലിയാർ കരഞ്ഞുകൊണ്ട് കണ്ണീര് ചാരിട്ട് താടിയിലൂടെ ഉതിർന്ന് വീഴുകയാ. എന്നിട്ട് പറഞ്ഞത്, ഫാത്തിമ ക്ഷമിക്കണം, ക്ഷമിക്കണം മോളെ. ഇവിടത്തെ വിളക്ക് കെടുത്തി ഈ മണിയേറെ ഇരുട്ട് പറന്നപ്പോ എന്റെ ചിന്തയും പോയത് ആദ്യ രാത്രിയായ മറ്റൊരു ഖബറായ ആദ്യ രാത്രി ഉണ്ടല്ലോ, മറ്റൊരാദ്യ രാത്രിയായ ഖബറിലെ ഇരുട്ടാ. വാതിലടച്ചപ്പോ ഞാനും ചിന്തിച്ചത് എന്റെ ജനാസ ഖബറിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ മൂടുകല്ല് മൂട് വെക്കുന്നതാണ്. അതുകൊണ്ട് ഫാത്തിമ, നീ എന്റെ ഭാര്യയാണല്ലോ, സമ്മതം തരണേ മോളെ. നിസ്കരിക്കട്ടെ ഞാൻ, ഖുർആൻ ഓതട്ടെ ഞാൻ എന്നൊക്കെ ഞാൻ നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ
ഞാൻ നിന്നോട് പറയുന്നതിന് മുമ്പ് നീ എന്നോട് പറഞ്ഞതാണ്. ഏതായാലും അവിടത്തെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഖുർആൻ ഓതാം എന്ന് പറഞ്ഞ് നിസ്കരിച്ചുകൊണ്ട് രണ്ടുപേരും ഖുർആൻ ഓതുമ്പോ ഇതാണ് തൈല ഉസ്താദ് പറഞ്ഞത്, ഈ ചിന്തയിൽ ബി ഫാത്തിമ കരഞ്ഞില്ലയോ, അവരെന്നു മധുവിതു തന്നെയും വെടിഞ്ഞില്ലയോ. ഇന്ന് ഹോം തിയേറ്റർ സൗകര്യമൊരുക്കുന്നു, എല്ലാ സിനിമാ സീഡികളും മറ്റും കാണാനും കേൾക്കാനും അടിച്ചു പൊളിച്ച്. ഇന്നൊക്കെ അവസ്ഥ എന്താ? കല്യാണങ്ങളുടെ അവസ്ഥ എന്താ സഹോദര? ആഘോഷിക്കണം, പക്ഷേ മനുഷ്യന് ഏത് ആഘോഷത്തിനും ഒരു വിഷയം കണ്ടെത്തണം. ഞാനും നിങ്ങളും ഒരിക്കലും അത് മറക്കാൻ പാടില്ല. എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, നിന്റെ കെട്ടിയോളോ ഒരാളും നിന്റെ കൂടെ ഇല്ലാതെയാണ് ഖബറിലേക്ക് അങ്ങ് വെക്കുന്നത്. അല്ലാഹു എന്നെയും നിങ്ങളെയും ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കി തെരുമാറാകട്ടെ. അല്ലാഹുവിന്റെ നബി തങ്ങൾ പഠിപ്പിച്ചതെന്താ മനുഷ്യനെ കുറിച്ച്? മനിൽ ഖബറു മൻസിലു, ഖബർ വീടായ മനുഷ്യ, മനിൽ കഫനു സിതുറു, കഫൻ വട വസ്ത്രമായ മനുഷ്യ, മനിത്തുറാബു വിസാദു, മണ്ണ് തലയണയായ മനുഷ്യ, മനിൽ മുൻകറു വന്നക്കീറു സുവാറു, മുൻകർ നകീർ സന്ദർശകനായ മനുഷ്യ, മനിദീദാനു ജിറാനു, പുഴുക്കൾ അയൽവാസികളായ മനുഷ്യ. ഇദാ മാത ഇൻസാനു ഫഖംസുൻ ലിഖംസതി, ഫലഹമുൽ ലിദീദാനി വഅലമുൽ ലിതുർബതി. ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും ലോകത്താര് മരിച്ചാലും ആ മരിച്ച മനുഷ്യന്റെ 5 സംഗതികൾ 5 ആൾക്കുള്ളതാ. ഏതൊരു മയ്യത്തിന്റെയും 5 കാര്യം 5 ആളുകൾക്കുള്ളതാണ്. ഒന്നാമത് ഫലഹമുൽ ലിദീദാനി വഅലമുൽ ലിതുർബതി, നമ്മുടെ എല്ലാ മാംസങ്ങൾ അത് പുഴുക്കൾക്കുള്ളതാണ്. നമ്മുടെ എല്ലോ മണ്ണ് തിന്നാനുള്ളതുമാണ്. മാംസം പുഴുക്കൾ തിന്നും, എല്ലോ മണ്ണ് തിന്നും. 2 കഴിഞ്ഞു. വഅമലുല്ലി ബുറാത്തി വറൂഹുല്ലി ഖാബിദി, നീ അധ്വാനിച്ച സമ്പത്തുമെല്ലാം നിന്റെ അയൽവാസികൾ കൊണ്ടുപോയടാ. നിന്റെ വരുമാനങ്ങളും നിന്റെ കടകളും നിന്റെ ഷോപ്പുകളും നിന്റെ തേങ്ങകളും എല്ലാം നിന്റെ അനന്തരാവകാശികൾ കൊണ്ടുപോയി. പിന്നെ വറൂഹുല്ലി ഖാബിദി, നിന്റെ റൂഹു അസ്രായേലും കൊണ്ടുപോയി. പിന്നെയോ വഅമലുല്ലി മദ്ലൂമി വമാലുല്ലി ബുറാത്തിൻ, നിന്റെ സമ്പത്ത് മുഴുവൻ അനന്തരാവകാശികൾ കൊണ്ടുപോയി. റൂഹ് അസ്രായേലും കൊണ്ടുപോയി. വഅമലുല്ലി മദ്ലൂമിൻ, നീ ആരൊക്കെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ, നിന്റെ നിസ്കാരം അവർ കൊണ്ടുപോയി, നിന്റെ നോമ്പ് അവർ കൊണ്ടുപോയി. നീ ചൊല്ലിയ ദിക്റിന്റെ കൂലി, നീ നിസ്കരിച്ച തഹജ്ജുദിന്റെ കൂലി, നീ നിസ്കരിച്ച ളുഹാന്റെ കൂലി, നീ ഓതിയ ഖുർആന്റെ കൂലി, നീ ചെയ്ത എല്ലാ സ്വതക്ക ദാന ധർമ്മങ്ങളെ കൂലി ആരൊക്കെ നീ പച്ചർച്ചി തന്നിട്ടുണ്ടോ അവരും കൊണ്ടുപോയി. ഫഖുദുഹാ ബിയഖ്ദതി, ഗൗരവം തന്നെയാണ്. നമ്മൾ ഇന്ന് രാഷ്ട്രീയ ചർച്ച നടത്തുമ്പോ, സംഘടനാ ചർച്ച നടത്തുമ്പോ നമ്മൾ അതൊക്കെ ഗീബത്ത് പറയുന്നു. നമ്മളെ എല്ലാ സൽക്കർമ്മങ്ങളും അവർക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിനക്ക് എന്തുണ്ടടാ? നിന്റെ മാംസം പുഴുക്കൾക്ക്, നിന്റെ എല്ലോ മണ്ണിന്, നിന്റെ സമ്പത്തോ അനന്തരാവകാശികൾക്ക്, നിന്റെ അമലോ നീ ആക്രമിച്ച ആളുകൾക്ക്, നീ കുറ്റം പറഞ്ഞവർക്ക്, നിന്റെ റൂഹു അസ്രായിൽ, നിനക്ക് എന്തുണ്ടടാ? ഒന്നുമില്ല. നീ വട്ടപൂജ്യമാണ്. അതല്ലേ ശുജായി മുസ്ലിയാർ പാടിയത്? അകക്കൺ തുറന്നൊന്ന് നോക്കി കേൾക്കേടാ, ഉത്സാരമൂർത്താൽ ഉറങ്ങാമോ പൊട്ടാ.
നിന്റെ ഹൃദയം തുറന്നുകൊണ്ട് അകക്കണ്ണ് തുറന്നൊന്ന് ചിന്തിക്കടാ, അകക്കൺ തുറന്നൊന്ന് നോക്കി കേൾക്കേടാ. ഉത്സാരമോർത്താൽ ഉറങ്ങാമോ പൊട്ടാ, ഇതൊക്കെ ശരിക്കും ഓർത്താൽ ഉറക്കമുറോ പൊട്ടാ. പൊട്ടാനി മുൻതുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാഷ്ട ചുമന്നോരു കൊട്ട. നീ ആദ്യം തട്ടിത്തെറിക്കപ്പെടുന്ന ബീജത്തുള്ളിയായിരുന്നടാ, പിന്നെ നീ ചോരക്കട്ടയായടാ. ഇപ്പോ ഒരുപാട് കാഷ്ടം ചുമക്കുന്ന, പിന്നെ ഒരുപാട് കാഷ്ടം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു സത്യക്ക് ടാങ്കാനടാ. അഹങ്കരിക്കണ്ട എന്ന് പറയുമ്പോ ഇതല്ലേ മനുഷ്യന്മാരെ നിങ്ങൾ ആലോചിക്കേണ്ടതോ. റബ്ബറാണെങ്കിലോ ഏത് കൃഷിയാണെങ്കിലും ഏറ്റവും വലിയ വള്ളം, ഏറ്റവും വലിയ വളം ഏതെന്നറിയണോ? പട്ടിയുടെ ജഡമല്ല, നായന്റെ ജഡമല്ല, മനുഷ്യന്റെ ജഡമാണ്. പോത്ത് ചത്തു ചീഞ്ഞാലും, ആട് ചത്തു ചീഞ്ഞാലും, പൂച്ച ചത്തു ചീഞ്ഞാലും അതിനേക്കാൾ ദുർഗന്ധം മനുഷ്യ നീ ചീഞ്ഞാലുണ്ട്. നെല്ലുകൾക്കാവട്ടെ ഏറ്റവും വലിയ വളം മനുഷ്യനാണ്. കാൽസ്യമുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യമുണ്ട്, സോഡിയമുണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ഇതെല്ലാം കൂടിയ സമുച്ചയമാണ് മനുഷ്യന്. ഈ മനുഷ്യനെ കബറിലേക്ക് വെച്ചാൽ ഓർക്കണം, മറ്റേത് ജീവികളെ കുഴിച്ച് മുട്ടുമുടിയാലും ഒരുപാട് ആയത്തിൽ കുഴിക്കണ്ടല്ലോ, പിന്നെ മൂടുകല്ല് വെക്കണ്ട. മനുഷ്യൻ അങ്ങനല്ല, ഭയങ്കര ദുർഗന്ധം ഉണ്ടാകും. അതുകൊണ്ട് നായ്ക്കളും പട്ടികളൊക്കെ ഓടി വരും. അതുകൊണ്ട് ആ ദുർഗന്ധമേൽക്കാതിരിക്കാൻ മൂടുവൽ കല്ല് വേണം, അല്പം 6 അടി അക്കാഴം വേണം. ഒന്ന് ചിന്തിക്ക്, എടാ പെണ്ണിന്റെ വീട്ടിൽ ആടുണ്ടോ, പശുക്കളുണ്ടോ, എരുമയുണ്ടോ? പശുക്കളെ വിസർജിക്കുമ്പോ പശുവിന്റെയും എരുമയുടെയും പോത്തിന്റെയും ചാണകം ആരും സ്ലാബിട്ട് മൂടാറില്ല, അതൊരു കുഴിയിലേക്ക് തള്ളാറാണ്. ആട്ടിൻ കാഷ്ടം സ്ലാബിട്ട് മൂടാറില്ല. പക്ഷേ മനുഷ്യ, നിന്റെ വിസർജ്യമോ സ്ലാബിട്ട് മൂടിയാലും സ്മെല്ലല്ലയോ? പിന്നൊരു ഫാൻ വേണ്ടേ, പിന്നെ ഒരു എയർ പോകാതൊരു പൈപ്പ് വേണ്ടേ? എടാ, എത്ര കിലോഗ്രാം കൊണ്ട്, എത്ര നൂറുകണക്കിന് കിലോ നിറഞ്ഞ ചാണകമാണെങ്കിലും സ്മെല്ലല്ലടാ. സ്ലാബിട്ട് മൂടേണ്ടതില്ല. 10-250 ഗ്രാം മതിയടോ. മനുഷ്യന്റെ വിസർജ്യങ്ങൾക്ക് അതീവ സ്മെല്ലെങ്കിൽ അത് എല്ലാത്തിനുമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ നിസ്സാരനാണ്. നീ അഹങ്കരിക്കണ്ട. പക്ഷേ നീ എപ്പോഴാ നല്ലവനാകുന്നോ? ഇന്ന ഖുറമക്കും ഇൻദല്ലാഹി യത്ഖാക്കും. നിനക്ക് തഖ്വയുണ്ടോ? നല്ല മുത്തഖയാണോ? നിന്റെ ശരീരം മണ്ണ് തിന്നൂല, നിന്റെ ശരീരം മണ്ണ് തിന്നൂല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഖബറടക്കം ചെയ്യപ്പെട്ട എത്രയോ മനുഷ്യന്മാരെ ഖബറുകൾ പിന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാണുമ്പോ അതുപോലെ കിടക്കുന്നു. അല്ലാഹ് ചില മണ്ണിനോട് ഈ മയ്യത്ത് തിന്നണ്ടെന്ന് പറയും, ചില മണ്ണിനോട് തിന്നോന്ന് പറയും. തിന്നണ്ട എന്ന് പറഞ്ഞ മയ്യത്താകാൻ കഴിയണം എനിക്കും നിങ്ങൾക്കും. ഖബറെന്നാൽ അതീവ ഭയാനകമാണ് സഹോദര. എപ്പോഴും ചിന്തിക്കണം, ഞാനും നിങ്ങളും എപ്പോഴും ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കണ്ണിൽ നിന്ന് കണ്ണീരൊഴിച്ച സന്ദർഭമാണ്. അപ്പോ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്കെന്താ ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളെ വീട് ഏതാ ചോദിച്ചാൽ ബഹുമാനപ്പെട്ട കേരളം കണ്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വീട് പൊളിഞ്ഞു വീഴാറായപ്പോ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്ന പള്ളിയുടെ കമ്മിറ്റി അധികൃതരും നാട്ടുകാരൊക്കെ ചെന്ന് ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങളുടെ വീട് ഞങ്ങളൊന്ന് ഉഷാറാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ആ വീടൊന്ന് പൊളിച്ചിട്ട് ഒന്ന് വാർക്കയുടെ വീടാക്കി ഉഷാറാക്കി തരാൻ ആഗ്രഹിക്കുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉസ്താദ് പറഞ്ഞത്, എൻ്റെ വീട് നിങ്ങൾ ഉഷാറാക്കണം, പക്ഷേ മരണത്തിന് ശേഷം ഞാൻ പോയി കിടക്കുന്ന വീട്, ആ വീട് ഉഷാറാക്കി തന്നാൽ മതി. ഖബർ അതെങ്ങനെ? നിങ്ങൾ മരിച്ചതിന് ശേഷം എന്നും ഓത്തും ദിക്റും സലാത്തും അങ്ങനെ ആ വീട് നല്ല പെയിന്റിട്ട് തരി. ഈ വീട് എനിക്ക് അത് വിഷയമല്ല. വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയ യാഥാർത്ഥ്യതല്ലേ? പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്ത്? ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം തങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ ചരിത്രം. എന്റെ പെങ്ങളെ ഖബറടക്കിയ ശേഷം ആങ്ങളക്ക് ഉറപ്പ് വന്നു, എൻ്റെ എന്തോ ഒരു
ചെറിയ ധനം എൻ്റെ പെങ്ങളെ മയ്യത്തിറക്കി വെക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഖബറിലേക്ക് വീണു പോയിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന്റെ മസ്അല എന്താ? ഫിഖഹിന്റെ മസ്അല. പെട്ടെന്ന് ആ മയ്യത്ത് ദ്രവിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ആ മണ്ണ് മാന്തിയിട്ട് നഷ്ടപ്പെട്ട ധനം തിരിച്ചെടുക്കണമെന്നാ. പെങ്ങളെ മയ്യത്തൊക്കെ ഖബറടക്കി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ആങ്ങളൊക്കെ തോന്നിയത് എൻ്റെ ആ ധനം പോക്കറ്റിൽ നിന്ന് ഖബറിലേക്ക് വീണിട്ടുണ്ട് എന്നും. വേഗം പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് മണ്ണ് നീക്കി മൂടുകല്ലൊക്കെ നീക്കി ആ ധനം എടുക്കാൻ നോക്കുമ്പോഴേക്ക് ഖബറ് മുഴുവനും തീ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. തീനാളങ്ങളാണ്, തീജ്വാലകളാണ്. പേടിച്ച രണ്ട് ഭയന്ന് വിറച്ചോടി വീട്ടിലേക്ക് ചെന്ന് ഇയാള് ഉമ്മയോട് പൊട്ടിക്കരഞ്ഞ് ചോദിക്കുകയാണ്, ഉമ്മാ മകാനത്ത് അമലു ഹുതീ, എന്റെ പെങ്ങള് ചെയ്തിരുന്ന തെറ്റെന്താണ് ഉമ്മ? പെങ്ങൾക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടായിരുന്നോ? പെങ്ങൾക്ക് എന്തെങ്കിലും തിന്മകൾ ഉണ്ടായിരുന്നോ? ഉമ്മ പറഞ്ഞു, എന്തിനാ മോനെ നീ പറ. ഉമ്മ, ഞാൻ എൻ്റെ പെങ്ങളെ ഖബറിലേക്ക് ചെന്ന് മറ്റൊരാവശ്യത്തിന് വേണ്ടി ഖബറിന്റെ മൂടുകല്ല് നീക്കിയപ്പോ ഖബറ് മുഴുവനും ആളി കത്തുന്നത് കണ്ടു ഉമ്മ. ഉടനെ ഉമ്മ പറഞ്ഞത്, മോനെ നിന്റെ പെങ്ങൾക്കുള്ള പണി എന്തെന്നറിയണോ? അയൽപ്പക്കത്തെ വീടുകളിലും കുടുംബത്തിലെ വീടുകളിലും ചെന്ന് ഓരോരുത്തരെ കുറ്റും കുറവും ന്യൂനതകളും കണ്ടെത്തിയത് മനസ്സിലാക്കി കഴിഞ്ഞാല് അവരിൽ നിന്ന് കേട്ടറിഞ്ഞാൽ അപ്പുറത്ത് മറ്റു കുടുംബങ്ങളെ വീട്ടിലോ അയൽപ്പക്കത്തെ വീട്ടിലോ ചെന്നിട്ട് അതെല്ലാം ഊതി കൊടുക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു, പരദൂഷണമുണ്ടായിരുന്നു, ഈബത്തുണ്ടായിരുന്നു. അതാണ് ആ ശിക്ഷ എന്ന് പറയുമ്പോ ഖബറിൽ തന്നെ പടച്ചോൻ കൊടുക്കുകയാണ്. ആഖിറത്തിലേക്ക് നീട്ടിവെക്കാത്ത ഖബറിൽ തന്നെ ശിക്ഷ നൽകപ്പെടുന്നുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന മാസം റജബാണ്. ഈ റജബിൽ നബി തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുമ്പോ ഖബറിൽ അനുഭവിക്കേണ്ട പല ശിക്ഷകളും അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ഖബറെന്ന വീടുണ്ടല്ലോ, അവിടെ നമുക്ക് ആരെങ്കിലും അച്ചാരം തരുമോ? ആരെങ്കിലും നമുക്കവിടെ എന്തെങ്കിലും നന്മ ചെയ്ത് തരുമോ? വമൽ മയ്യത്തു ഇല്ലാ ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖ്. ഖബറിൽ കിടക്കുന്ന മയ്യത്ത് വെള്ളത്തിൽ മുങ്ങി പൊന്തുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയൂ, അല്ലാഹുവിന്റെ മുത്തനബി തങ്ങൾ പറയുകയാണ്, ഖബറിൽ കിടക്കുന്ന മയ്യത്ത് വെള്ളത്തിൽ മുങ്ങി പൊന്തുന്നവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്താണെന്നറിയോ? വലിയ ഒരു കുളത്തിലോ ഒരു വലിയ പുഴയിലോ അല്ലെങ്കിൽ കടലിലോ നീന്തമറിയാത്ത ഒരാൾ വീണ് പോയി, വെള്ളം കുടിച്ചു വയറ് വീർത്തു പോയി, മരിക്കാനാകുമ്പോ മരണത്തെ മുമ്പിൽ കാണുമ്പോ എന്ത് കിട്ടിയാലും മരണപ്പെടുത്തം പിടിക്കും. കാരണം അത് വെപ്രാള സമയമാണ്. അതുകൊണ്ടാണല്ലോ വെള്ളത്തിൽ പോയവനെ പിടിക്കാനും രക്ഷപ്പെടാനും ചാടിയവനെ മരണപ്പെടുത്തം പിടിച്ച് രണ്ടാളും മരിക്കുന്നത്. ഒരു ചെറിയ കയറ് കിട്ടിയാൽ, ആരെങ്കിലും എനിക്കൊരു കയറിട്ട് തന്നാൽ, ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തിയാൽ എന്ന് വെള്ളം കുടിച്ചവൻ ചിന്തിച്ചു പോകും. ഇതുപോലെയാണ് ഖബറിൽ കിടക്കുന്ന ഉമ്മാന്റെ വാപ്പാന്റെ കുടുംബക്കാരുടെ അവരുടെ എല്ലാം എല്ലുകൾ കോർക്കപ്പെടും. അവർ ചിന്തിക്കുകയാണ്, എൻ്റെ മകൻ വന്ന് എനിക്കൊന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ, ഏതുപോലെ വെള്ളം കുടിച്ചു വയറ് വീർത്ത് മരിക്കാനാകുമ്പോ ആരെങ്കിലും വന്ന് എനിക്കൊരു കയറിട്ട് തന്നിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കും പോലെ ഖബറാളി ആഗ്രഹിക്കുകയാ. ആരെങ്കിലും വന്ന് എനിക്കൊന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ. എടാ, ഫുട്ബോൾ ഗ്രൗണ്ടുകളിൽ ചെന്ന് നിസ്കാരം പോലും കളാക്കിയിട്ട് തട്ടിക്കളിക്കുന്ന മകനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ സഹോദര സഹോദരി? മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും മറ്റുള്ള ലാപ്ടോപ്പും പിടിച്ചിട്ട് അല്ലെങ്കിൽ ടേബും പിടിച്ചിട്ട് ഗെയിമും കളിച്ച് വേണ്ടാത്ത സോഷ്യൽ മീഡിയകൾ കയറി ചെന്നുകൊണ്ട് ഹറാമ് കാണാനും കേൾക്കാനും സമയം കണ്ടെത്തുന്ന പ്രണയത്തിന്റെ സല്ലാപത്തിന്റെ പ്രേമത്തിന്റെ മായാലോകത്തിലൂടെ സഞ്ചരിക്കുന്ന മകനും മകളുമാരോടോ ഖബറിൽ ഉപകാരം ഉണ്ടാവുകയില്ല. ഇല്ല ഇല്ല. ഖുർആൻ ഓതാനും തബാറക ഓതാനും യാസീൻ ഓതാനും സമയം കണ്ടെത്തുന്നവരോ അവരാണത് കൊണ്ട് തന്നെ ഖബറിൽ ഉപകരിക്കല് സാലിഹായ മക്കളാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ.
വസല്ലം. അവിടെ നമുക്ക് വെളിച്ചുണ്ടാക്കണം, അവിടെ വിജയം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഇവിടുന്ന് അധ്വാനിച്ചിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. പ്രിയപ്പെട്ട, എന്നാൽ അവിടെ എല്ലാം കിട്ടും. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്ത്. നിങ്ങൾക്കറിയോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉറക്കെ പറയൂ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇശാ നിസ്കരിക്കാൻ ഇമാമായി നിന്നു. ഒരു സ്വഹാബി ബാക്കിൽ നിന്ന് നിസ്കരിച്ചു, മാമൂമായി നിസ്കരിച്ചു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സാഹചര്യത്തിന്റെ ദൗർബല്യം കൊണ്ട് ഏതോ ഒരു വീട്ടിലേക്ക് ഹറാമ് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീ ക്ഷണിച്ചു. ഹറാമ് ചെയ്യാൻ സാഹചര്യങ്ങളെ സമ്മർദ്ദം കൊണ്ട് ഹറാമ് ചെയ്യാൻ തുടങ്ങാൻ ഓങ്ങിയിട്ടേ ഉള്ളൂ. ഹറാമ് ചെയ്യാൻ വേണ്ടി കരുതിയപ്പോഴേക്ക് ഈ സുഹാബി അള്ളാനെ പേടിച്ച് അവിടെ വീണു, ബോധം കെട്ടുപോയി. ആ സുഹാബി അവിടെ ബോധം കെട്ട് വീണപ്പോ ഈ പെണ്ണ് ആ ബോധം കെട്ട സുഹാബി എടുത്ത് ഇത് മരിച്ചു എന്ന് കരുതിയിട്ട് സുഹാബിന്റെ വീട്ടില് ഗേറ്റിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പെണ്ണ് ഓടിപ്പോയി. ഈ സുഹാബിയുടെ വാപ്പ മകൻ എത്ര സമയമായിട്ടും വീട്ടിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ബോധം കെട്ട് കിടക്കണ മകനെ കണ്ടത്. കുറെ സമയം കഴിഞ്ഞ് മുഖത്തൊക്കെ വെള്ളം തെളിയിച്ച് ബോധം വന്നപ്പോ മകനോട് ചോദിച്ചു, മോനെ നിനക്ക് എന്തു പറ്റി? അപ്പൊ ഈ മകൻ പറഞ്ഞു, വാപ്പാ, ഞാൻ ഇന്നലെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ എന്നെ ഒരു സ്ത്രീ ഹറാമിന് വേണ്ടി നിർബന്ധിച്ചു. ഞാനതിൽ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, ഞാനതിൽ കുടുങ്ങിപ്പോയി. പക്ഷെ ഹറാമൊന്നും ചെയ്തിട്ടില്ല. തുടങ്ങിയപ്പോഴേക്ക് എനിക്ക് അള്ളാഹുവിന്റെ സൂറത്ത് അറാഫിന്റെ ആയത്ത് ഓർമ്മ വന്നു. ഇന്നല്ലദീന തഖൗ റബ്ബഹും, തഖ്വയുള്ള ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാചിന്റെ ദുർബന്ധങ്ങളിൽ പെട്ടുപോയിട്ട് തെറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തദക്കറൂ, അപ്പോഴേക്ക് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് വിട്ടു നിൽക്കുമെന്ന് ആയത്ത് ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാനെ പേടിച്ചുകൊണ്ട് മകൻ ബാപ്പാന് മുമ്പിൽ ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് മരിച്ചു വീണു. അള്ളാനെ പേടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചു. ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കബറടക്കുകയും ചെയ്തു. എന്തേ ചെറുപ്പക്കാരൻ മരിക്കാൻ കാരണം? ഒരു ഹറാമ് ചെയ്തിട്ടില്ല. ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് അല്ലാഹുവിനെ പേടിച്ച് ബോധം കെട്ട് മരിച്ചു പോയതാണ്. ഈ ചെറുപ്പക്കാരന്റെ വാപ്പയും കുടുംബക്കാരും ഒന്ന് ഖലീഫയോട് ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമർ എന്നവരെ, നിങ്ങളെ ബാക്കിൽ ഇന്നലെ ഇശാക്ക് ഞങ്ങളെ മകനുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് അള്ളാനെ കുറിച്ചോർത്ത് പേടിച്ച് കരഞ്ഞ് തഖ്വ കൊണ്ട് വീണു മരിച്ചു. വേഗം ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ഖബറിലേക്ക് പോയി. ആ ഖബറിൽ ചെന്ന് ഉമർ തങ്ങൾ ചോദിക്കുകയാണ്, ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ ഓർത്തിട്ടല്ലേ നീ പേടിച്ച് മരണപ്പെട്ടത്? അള്ളാഹോർത്ത് നീ മരണപ്പെട്ടുവല്ലോ. എങ്കിൽ അല്ലാഹു അർ-റഹ്മാൻ സൂറത്തിൽ പറയുന്നുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ പേടിച്ചവർക്ക് 2 സ്വർഗമുണ്ട് എന്നാണല്ലോ. ചെറുപ്പക്കാരാനി അല്ലാഹുവിനെ പേടിച്ച് വീണ് മരിച്ചതാണല്ലോ. നിനക്ക് 2 സ്വർഗം കിട്ടിയോ? അന്നേരം ഖബറിൽ നിന്ന് ചെറുപ്പക്കാരന്റെ മറുപടി വരികയാണ്, അതേ ഖലീഫ, അല്ലാഹ് എനിക്ക് ഖബറിൽ തന്നെ 2 സ്വർഗം തന്നു. ഈ ചരിത്രം തഫ്സീർ ഇബ്നു കസീറിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, തഖ്വാക്കുള്ള പ്രതിഫലം, നന്മക്കുള്ള പുണ്യം ഖബറിൽ തന്നെ അല്ലാഹു നൽകും. സുഖിച്ച് ഖബറിൽ കിടക്കാൻ കഴിയണം, പരമാനന്ദത്തോടെ ഖബറിൽ കിടക്കാൻ കഴിയണം.
പാമ്പിന്റെ കടിയേറ്റ് തേളിന്റെ കുത്തേറ്റ് കിടക്കരുത്. അതിനാ ഖബറിന്റെ ചൂട് തണുപ്പിക്കണം. നിങ്ങൾ ഇരുട്ടുള്ള റൂമിൽ സുബ്ഹാനല്ലാഹ് വാതിൽ മുഴുവനും അടച്ച് കിടക്കുമ്പോ ആ സമയത്തെ ചൂട് എങ്ങനെ സഹിക്കാൻ കഴിയുമെങ്കിൽ ഇതാ ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുമ്പോ ആദ്യം തന്നെ ഓതി വെച്ച ഹദീസ് എന്താ? ഖബറിന്റെ ചൂടിന് നിങ്ങൾ തണുപ്പിക്കേണ്ടത് സ്വതക്ക കൊണ്ടാണ് ഖബറിന്റെ ചൂട് തണുപ്പിക്കേണ്ടത് എന്നാണ്. ഇവിടെ ഞാനൊരു വിഷയം പറയട്ടെ. നമ്മുടെ പള്ളിയില് പകുതി വരെ മരം കൊണ്ട് മറച്ചിരിക്കുന്നു എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു. ലോകത്തെ സ്വതക്കകളെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ളത് അള്ളാഹുവിന്റെ ഭവനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ വീട് നമ്മൾ മൂടിയാക്കുമ്പോ നബി തങ്ങൾ ഒരു ഹദീസിന് ഓർമ്മ വരികയാണ്. അള്ളാഹുവിന്റെ പള്ളിക്കാരെങ്കിലും ഒരു വെളിച്ചം കത്തിച്ചു വെച്ചാൽ അവന്റെ ഖബറിൽ അല്ലാഹു വെളിച്ചം കത്തിച്ചു വെക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പള്ളിക്കാരെങ്കിലും ഒരു ഖൈറ് ചെയ്താൽ അവന്റെ ഖബറിൽ അള്ളാഹുവും ഖൈറ് ചെയ്യും. നമ്മുടെ വീട് ഖബറാൻ, അള്ളാഹുവിന്റെ വീട് പള്ളിയാണ്. പള്ളിക്ക് വേണ്ടി വല്ലതും നൽകിയാല് നമുക്ക് വെറുതെ ആവൂല. നമ്മുടെ ഖബറിൽ വെളിച്ചമാണ്. അള്ളാന്റെ പള്ളിയുണ്ടല്ലോ, നബിതങ്ങൾ പറഞ്ഞത് ഒരു ചെറിയ മാടപ്രാവ്, ഒരു പ്രാവിനിരിക്കാനുള്ള ചെറിയ സ്ഥലം, അത്ര വലിപ്പത്തിലുള്ള പള്ളിയാണെങ്കിലും ശരി, ഒരാൾ അതിന് സംഭാവന ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവനക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയുമെന്ന് പറയുമ്പോ നമ്മുടെ മുൻഗാമികൾ എത്ര ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ്, എത്ര ബുദ്ധിമുട്ടും പ്രയാസവും സഹിച്ചുകൊണ്ടാണ് പള്ളികൾ പണിതും നമുക്ക് സമർപ്പിച്ചത്. ഇന്നത് കൊണ്ടു നടക്കാനല്ലേ നമ്മൾക്ക് പ്രയാസമുണ്ട്, അതല്ലേ നമുക്കിന്ന് ബുദ്ധിമുട്ട്. എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, വീടിന് പെയിന്റ് അടിക്കുമ്പോ, വീട് ഫർണിഷ് ചെയ്യുമ്പോ, ഡെക്കറേറ്റ് ചെയ്യുമ്പോ, വീടിനെ എല്ലാം നമ്മൾ ചെലവഴിക്കുമ്പോ അള്ളാഹുവിന്റെ വീട് തിരിഞ്ഞു നോക്കാത്ത വീടാകാൻ പാടില്ല. ഉമ്മയങ്ങളെ, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തോട് ചേർത്ത് പറയുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളോടും ആണുങ്ങളോടും പറയാനുള്ളത്, ഇന്ന് നമ്മുടെ വഅലിന്റെ തുടക്കമാണ്. നാളെയും മറ്റന്നാളുമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, എനിക്കൊരു വീടുണ്ടല്ലോ, ഖബറുണ്ടല്ലോ, ചെന്ന് പോകേണ്ട ആരുടെ മണ്ണുണ്ടല്ലോ. അതുകൊണ്ട് ഒറ്റക്കു തന്നതിൽ താമസം പെരുത്തുണ്ട്, ഇരുളായ കുടിയിൽ കൂട്ടിനന്നാരുണ്ട്. ആ ഖബറിൽ നിനക്ക് തുണ വേണം, ഖബറിൽ രക്ഷ വേണം. അതിനുവേണ്ടി പള്ളിയുടെ പകുതിയോളം മരം കൊണ്ട് ഫർണിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഒരുപാട് 4 ലക്ഷത്തോളം ചെലവ് വേണം. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാണല്ലോ. എനിക്കതാണ് ഖൈറെന്ന് കരുതിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായ സഹായം ചെയ്യണം. എന്ത് നിങ്ങൾ സഹായം ചെയ്യുന്നോ അത് നിങ്ങൾക്കുള്ളതാണ്. ഞാൻ പറയട്ടെ, എൻ്റെ മലപ്പുറം ജില്ലയിൽ ഒരു വലിയ സമ്പന്നനായ ഹാജിയാര് ദീനീ സ്ഥാപനത്തിന് വേണ്ടി 16 ഏക്കർ ധർമ്മം ചെയ്യുകയാണ്. വലിയ ഒരു ദീനീ സ്ഥാപനം, ഒരുപാട് ദീനീ കുട്ടികൾക്ക്, ആയിരക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വലിയ ദീനീ സ്ഥാപനത്തിന് വേണ്ടി 16 ഏക്കർ സംഭാവന ചെയ്യുമ്പോ ഒരേ സെന്റിന് 1.5 ലക്ഷം വിലയുണ്ട്. അപ്പോ 16 ഏക്കർ എന്നാകുമ്പോ കോടിക്കണക്കിന് വിലപിടിപ്പുള്ള ഭൂമി മുഴുവനും അങ്ങ് ദീനിന് നൽകുമ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഈ സമ്പത്തെല്ലാം എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ട് മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദീനിന് ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾക്കും എൻ്റെ മക്കളുടെ മക്കൾക്കും അങ്ങനെ പോകുന്നതാണ്. എന്നാൽ ആ മക്കളോ അവരും മരിച്ചു പോകും, അപ്പൊ അവർക്ക് ഉപകരിക്കൂല. പിന്നെ അവരെ പേരമക്കൾ അവരും മരിക്കും, പിന്നെ അവർക്കും ശാശ്വത ഉണ്ടാകൂല. അതുകൊണ്ട് ഞാൻ ദീനിന് കൊടുത്താൽ അതിൻ്റെ ഫലം എൻ്റെ ഖബറിലേക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഫലം എൻ്റെ ഖബറിലേക്ക് എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ 16 ഏക്കറ, ഒരു സെന്റിന് 1.5 ലക്ഷം രൂപ വില പിടിപ്പുള്ള ഈ
റോഡ് സൈഡിലുള്ള ഈ ഒരു 16 ഏക്കറ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യൽ എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്യലിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മളെന്ത് കൊടുക്കുന്നോ അതാണ് നമുക്കുള്ളത്. അല്ലാഹുവിന്റെ പള്ളിക്ക് എന്ത് സമർപ്പിക്കുന്നുവോ അതാ നമുക്കുള്ളത്. ഇതാ മാതബ്നു ആദമ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മരണത്തോടെ മുറിഞ്ഞു. എത്രയോ ലക്ഷങ്ങൾ വാടക കിട്ടുന്ന ബിൽഡിംഗ് ഉള്ള കോടീശ്വരനാണോ? ഖബറിലേക്ക് ഒരാളും റൂമിന്റെ വാടകയും കൊണ്ടുപോയി കൊടുക്കൂല. 10,000 തേങ്ങ വലിക്കാനുള്ള കോടീശ്വരനാണോ? ഒരു തേങ്ങ പോലും, കൊട്ട തേങ്ങ പോലും ഖബറിലേക്ക് എത്തിക്കുകയില്ല. ഇനി ഇങ്ങനെ എത്ര വരുമാനമുണ്ടെങ്കിലും ശരി, 5 പൈസ പോലും ഖബറിലേക്ക് എത്തിക്കുകയില്ലല്ലോ. പക്ഷേ 3 എണ്ണം ഖബറിലേക്കുണ്ട്. ഒന്നാമത്തേത് സ്വതഖത്തുൻ ജാരിയ, എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കയാണ്. അത് ഖബറിൽ ഉപകരിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ വാപ്പമാരോട്, സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ പള്ളി എൻ്റെ പള്ളിയല്ല, ഉസ്താദിന്റെ പള്ളിയല്ല, കമ്മിറ്റിക്കാരെ പള്ളിയുമല്ല. അള്ളാഹുവിന്റെ വീടാണ്. അതിനെന്തെങ്കിലും നൽകിയാൽ അത് നിങ്ങളെ ഖബറിലേക്ക് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഉപകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങളെ മനസ്സിൽ ഈ വിഷയം നിങ്ങൾ കൊണ്ടു നടക്കണം. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സഹകരിക്കണം. നമ്മുടെ വിഷയം ഖബറാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ ദുആക്ക് നേതൃത്വം കൊടുക്കാനുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.